നമസ്കാരം. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകണം നമ്മുടെ പാഠ്യപദ്ധതി. എന്താണ് പഠിക്കേണ്ടത് എന്നും പഠിക്കരുത് എന്നും തീരുമാനിക്കുന്നതാകണം സിലബസുകൾ. ശരിയും തെറ്റും തിരിച്ചറിയാൻ, നന്മയും തിന്മയും വേർതിരിച്ചെടുക്കുവാൻ, അറിവും തിരിച്ചറിവും ഉള്ളവരായി ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ സർവകലാശാലകളുടെയും പാഠ്യപദ്ധതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി മഹാന്മാരുടെ ജീവിതവും രചനകളും ഒക്കെ നമ്മുടെ സർവകലാശാലകൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോഴിതാ അക്കൂട്ടത്തിൽ റാപ്പർ വേടനും ഭാഗമാകുന്നു. കാലിക്കറ്റ് സർവകലാശാലയുടെ മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് വേടന്റെ പാട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. വേടനും വേടന്റെ പാട്ടുകളും വലിയൊരു വിഭാഗത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. വേടന്റെ വേദികളിലേക്ക് ആർത്തിരമ്പിയെത്തുന്ന ജനക്കൂട്ടം തന്നെ അതിന് തെളിവാണ്. എന്നാൽ ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും വേടൻ വിമർശനങ്ങൾക്ക് അതീതനല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വേടൻ കേരള പോലീസിന്റെ പിടിയിലായത് നിരോധിത ലഹരി വസ്തു ഉപയോഗിച്ചതിനാണ്. അതേ വേടൻ ലഹരി വിരുദ്ധ പരിപാടികളുടെ മുൻനിരയിൽ അതിഥിയായി എത്തുന്നത് കേരളം കണ്ടു. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികളിലും വേടന് നിരവധി അവസരങ്ങൾ ലഭിച്ചു. ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർക്ക് ലഭിക്കാത്ത പരിഗണന സാമൂഹ്യ പശ്ചാത്തലമടക്കം ഉയർത്തിക്കൊണ്ട് വേടന് ലഭിച്ചിരുന്നു എന്നതും പൊതുസമൂഹത്തിലെ നിരവധി ആളുകൾ അമിതമായി ന്യായീകരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ വേടൻ പാഠപുസ്തകത്തിലും ഇടം പിടിച്ചിരിക്കുന്നു. വേടൻ പാഠമാകുന്നത് എങ്ങനെ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, പ്രൊഫസർ AG ജോർജ് റിട്ടയേർഡ് അധ്യാപകൻ, ശ്രീ മിഥുൻ വിജയകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ, ഒപ്പം ശ്രീ EN നന്ദകുമാർ RSS സഹയാത്രികർ എന്നിവർ ആണ്. ശ്രീ നന്ദകുമാർ, ആദ്യം താങ്കളിലേക്ക് തന്നെ പോകുന്നു. വേടന്റെ പാട്ടുകൾ അടക്കം വലിയ തോതിൽ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. ആ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നവർ, അതിന് പിന്നാലെ പോകുന്നവർ ഒന്നോ രണ്ടോ അല്ല, അത് 10,000-കണക്കിനാണ്. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനതയെ അത് സ്വാധീനിക്കുന്നു എന്നത് വസ്തുതയാണ്. അത്തരം നേർക്കാഴ്ചകൾ അദ്ദേഹത്തിന്റെ വേദികളിൽ നിന്ന് കണ്ടെടുക്കാനും സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരികൾ തീഷ്ണമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം ഏറെ പരിതാപകരമായിരുന്നു. അതിൽ നിന്നുള്ള ഉയിർപ്പാണ് വേടന്റേത് എന്ന മട്ടിലൊക്കെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അങ്ങനെ ഒരാളുടെ ഗാനം ആണിപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠപുസ്തകത്തിന്റെ ഭാഗമാകുന്നത്. വിദ്യാർത്ഥികൾ പഠിക്കേണ്ട പാഠമാണോ വേടന്റെ പാട്ട്? അതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പാഠപുസ്തകങ്ങളിലെ പാഠ്യപദ്ധതിയില് കവിതകൾ ഉൾപ്പെടുത്തുന്നതില് ഈ പറയുന്ന മാനദണ്ഡങ്ങളൊന്നും സ്വീകരിക്കാനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് മുൻകാലങ്ങളിൽ തന്നെയുള്ള കവികളുടെ രചനകളെ സംബന്ധിച്ചൊക്കെ അറിയാം. ഈ കവിതകളൊക്കെ പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തീരുമാനപ്രകാരമാണ്. അപ്പോ നമ്മുടെ കോഴിക്കോട് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസില് അതിലിരിക്കുന്ന ആളുകളുടെ താല്പര്യപ്രകാരമുള്ള രചനകളാണ് അവർ സാധാരണ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന സംഗതികള് വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നതാണോ, വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായിട്ട് പരിവർത്തനത്തിന് ഉതകുന്നതാണോ, ഇത്യാദി ചർച്ചകൾ പലപ്പോഴും വരാറില്ല. കാരണം എനിക്കറിയാവുന്ന ഒരു 8-10 വർഷത്തിന് മുമ്പായിട്ട് ഗോട്ടിമലയിൽ ഉണ്ടായിരുന്ന അവിടത്തെ തടവറയിൽ കിടക്കുന്ന ഒരു തീവ്രവാദിയായിട്ടുള്ള ആളുടെ കവിത അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയിൽ അത് ഉൾപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അവിടെ വളരെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അമേരിക്ക തടവുകാരനായി സ്വീകരിച്ച് ഗോട്ടിമലയിൽ ക്യൂബിക്കടുത്തുള്ള സ്ഥലമാണ് ആ ദ്വീപിൽ പ്രവേശിക്കപ്പെട്ട ഒരു തീവ്രവാദിയായിരിക്കുന്ന ആളുടെ കവിത അത് ഇതിനു മുമ്പ് ഇവിടെ പ്രസിദ്ധീകരിച്ച് ഇവിടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് പിൻവലിക്കുകയായിരുന്നു. അപ്പൊ അത്തരം ഒരു വലിയൊരു പാരമ്പര്യമാണ് നമ്മുടെ കോഴിക്കോട് സർവകലാശാലയെ സംബന്ധിച്ചുള്ളത്. താങ്കൾ പറയുന്ന കവിത പിന്നീട് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. അല്ല, കവിതകൾ പിൻവലിക്കുകയും കവിതകൾ ചേർക്കുകയും ചെയ്യുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ള ആളുകള് കുറച്ചുകൂടി വിവരത്തോടുകൂടി പഠിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് പലപ്പോഴും തോന്നുന്നത് ആരുടെ കവിതകൾ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഏത് കവിതകൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കവിതകളെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ബോർഡ് ഓഫ് സ്റ്റഡീസിന് ഉണ്ടെന്നിരിക്കട്ടെ, ആ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 90-ലധികം വരുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് കോഴിക്കോട് സർവകലാശാലയുടെ കീഴിലുള്ളത്. ഈ പറയുന്ന ബോർഡ് ഓഫ് സ്റ്റഡീസില്
പ്രത്യേകിച്ച് മലയാള വിഭാഗത്തിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസില് ആ മലയാള ഭാഷയുടെ എക്സ്പെർട്സ് ആയിരിക്കുന്ന ആരൊക്കെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അവര് ഇത്തരം കവിതകൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിരിക്കുന്ന കവിതകള് വരുന്ന തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്നവർക്ക് ബോധ്യപ്പെട്ടാല് ആ ബോധ്യപ്പെടുന്ന കവിതകൾ പഠിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഈ കവിതകളെ സംബന്ധിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ആളുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടോ എന്നുള്ള വസ്തുതയാണ് അവർ ആദ്യം ഇതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തേണ്ടത്. അവരിതിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മള് ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ടോ, ചിന്തകന്മാരായിരിക്കുന്ന ആളുകളുണ്ടോ, മലയാള ഭാഷയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരുണ്ടോ? എനിക്കറിയാവുന്ന കോഴിക്കോട് പണ്ടുണ്ടായിരുന്ന പലരും അവര് മലയാള പുസ്തകങ്ങൾ പോലും വായിക്കാത്തവരാണ് അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നത്. സാമാന്യേന നിലവാരം കുറഞ്ഞ ആളുകളായിരുന്നു പലപ്പോഴും കോഴിക്കോട് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കറിയില്ല. അതായത് ചില സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം സിലബസുകൾ തയ്യാറാക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് വിവരമില്ലാത്തവര് ധാരാളം ബോർഡ് സ്റ്റഡീസിൽ കയറി കൂടിയിരിക്കുന്നു. അവരാണ് പലപ്പോഴും ഈ സിലബസ് ഇറക്കുന്നത്. എനിക്ക് അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇത് ഈ വേടന്റെ പാട്ടുകൾ ഈ സിലബസിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത് ഒരു വിവരമില്ലായ്മയായാണോ താങ്കൾ കാണുന്നത്? അല്ല, എനിക്ക് അങ്ങനെ പറയാൻ സാധ്യത. ഞാൻ ഈ കവിത ഞാൻ കേട്ടിട്ടില്ല. ഒരു കവിത നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കവിത ചേർക്കാം. പക്ഷേ സാധാരണ നിലയ്ക്ക് പലപ്പോഴും നമ്മുടെ കോഴിക്കോട് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞവരുടെ ഒരു സംവിധാനമാണത്. അതിനകത്ത് വേണ്ടത്ര ഈ സബ്ജക്ട് എക്സ്പെർട്സ് ഇല്ല എന്നാണ് പലപ്പോഴും ഞാൻ. ശ്രീ നന്ദകുമാർ, താങ്കൾ പറയുന്നത് പോലെ ഒരു കവിത അല്ലെങ്കിൽ ഒരു രചന ഈ സിലബസിന്റെ ഭാഗമാകുമ്പോൾ ആ രചന എന്നത് മാത്രമാണോ ഘടകമാകുന്നത്? അത് ആരുടെ രചന എന്നത് ഘടകമാക്കേണ്ടതില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഈ കണ്ടന്റ് ഇവിടുത്തെ തലമുറയ്ക്ക്, ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അവർക്ക് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ പല ബോർഡ് ഓഫ് സ്റ്റഡീസും നിലവാരം കുറഞ്ഞവരാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഏകദേശം 50 ലക്ഷത്തിൽ പരുന്ന വിദ്യാർത്ഥികള് അന്യരാജ്യങ്ങളിലേക്ക് പോകേണ്ട ഗതികേട് സംഭവിച്ചത് ഇവരുടെ പിടിപ്പുകേടിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ നിലവാരത്തില് നമ്മൾ കേരളം വളരെ വളരെ പിന്നിലാണ്. ഒരു സമയത്ത് 1960-കളില് കേൾക്കാമോ ഞാൻ പറയുന്നത്? ഒരു സമയത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം 1-ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കേരളത്തിന്റെ സ്ഥാനം 23-ാമത്തെ സ്ഥാനമാണ്. അങ്ങനെ ആക്കി തീർത്തതില് ഇവിടുത്തെ വൈസ് ചാൻസലർമാർക്ക് പങ്കുണ്ട്, ഇവിടുത്തെ അധ്യാപകർക്ക് പങ്കുണ്ട്, ഇവിടുത്തെ രക്ഷകർത്താക്കൾക്ക് പങ്കുണ്ട്. ഇതേപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 23-ാം സ്ഥാനം എന്നത് താങ്കൾ ആധികാരികമായി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? അയ്യോ, തീർച്ചയായിട്ടും. അത് നിങ്ങൾ വളരെ സംശയം ഉണ്ടെങ്കിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MAV പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ല ഇത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മിഥുൻ വിജയകുമാർ, അതാണ് ഇവിടെ തീർച്ചയായും ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഈ സിലബസ് ഒക്കെ നിശ്ചയിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് വേടൻ എന്നുള്ളത്. വേടന്റെ ഗാനം കൊണ്ട് ആകർഷകരായിട്ടുള്ള നിരവധിയായ ആളുകളുണ്ട്. അതിനപ്പുറത്ത് വേടൻ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളായി മാറിയത് ഏതു പശ്ചാത്തലത്തിലായിരുന്നു എന്നത് വ്യക്തമാണ്. അത് നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ ആണ് പിടിയിലാക്കപ്പെടുന്നത്. അതിനുശേഷം വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് നിരവധിയായ ആളുകൾ എത്തുന്നത് കണ്ടതാണ്. അവിടെ സാധാരണ നിലയിൽ ഈ ലഹരി കേസുകളിൽ പെടുന്നവർക്ക് ലഭിക്കാത്ത മട്ടിലുള്ള ഒരു പരിഗണന വേടന് ലഭിക്കുന്നു. അത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ന വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതേസമയം വേടന്റെ രചനകളെ, കവിതയെ, വേടന്റെ ഗാനാലാപനത്തെയൊക്കെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ഇവിടെ ഈ സർവകലാശാല സിലബസിൽ വേടന്റെ കവിത ഇടം പിടിക്കുമ്പോൾ എന്തെങ്കിലും അസാധാരണത്വം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ അഭിലാഷ്, ഇവിടെ ഈ വാർത്ത കാണുന്ന ഓരോ വ്യക്തിക്കും, കേരളത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഇതിലെ ഒരു അസാധാരണത്വം മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ നാളെ ഈ പറഞ്ഞ പോലെ വേടന്റെ മറ്റൊരു പാട്ടുണ്ടല്ലോ, അതിന്റെ വരികൾ ഈ ഞാൻ പാണനല്ല, പുലനല്ല, നീ തമ്പുരാനുമല്ല, ആണേലൊരു ഡാഷുമില്ല എന്ന് പറയുന്നത് നമുക്ക് ചർച്ചയിലൊന്നും പറയാൻ പറ്റാത്ത വാക്കുകളാണ്. അപ്പം അതുപോലും ഒരു പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ ഇടം പിടിച്ചേക്കാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എക്സ്പേർട്ട് പാനൽ അവരെന്ത് കണ്ടിട്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള
ലിറിക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ഇവാലുവേഷന്റെ മെത്തഡോളജി അറിഞ്ഞാൽ പോലും വലിയ കാര്യമായിരിക്കും. കാരണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇതിന് ഒരു പാഠപുസ്തകത്തിൽ ഒരു സ്ഥാനം പിടിക്കാൻ സാധിച്ചത് എന്ന് മാത്രം അവർക്ക് ഒരു പക്ഷേ പുറത്തേക്ക് വിടാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യമായിരിക്കും. കാരണം ഞാൻ ഇതിന്റെ രാഷ്ട്രീയം ഒക്കെ തന്നെ മാറ്റിവെച്ചാലും ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ നേരത്തെ ആ പാനലിസ്റ്റ് പറഞ്ഞത്, ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് പ്രയോജനമാണ് ഈ ലിറിക്സ് കൊണ്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ ലിറിക്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ലങ്കയിൽ പുലികൾ ഇനിയും എന്താ പറയാ ദാഹം മാറാതോടി നടപ്പൂ എന്ന് പറഞ്ഞാൽ LTT 2009 പരിപാടിക്ക് നിർത്തിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പോഴും അവർ ദാഹം മാറാതെ ഓടി നടപ്പുണ്ടെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഈ പ്രൊഫസർ നേരിടേണ്ടി വരും. അപ്പൊ അതിനുള്ള ഉത്തരം ഈ പ്രൊഫസേഴ്സിന് ഉണ്ടാവും ഇത് പഠിപ്പിക്കുന്ന സമയത്ത്. മാത്രമല്ല ഈ ആമസോൺ വീര എന്ന് പറഞ്ഞൊരു വരിയുണ്ട് അതിൽ. അപ്പം ആമസോൺ വീര എന്ന് അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ഞാൻ കണ്ടിരുന്നു, അതിന്റെ ലിറിക്സിന്റെ. അത് അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ആമസോൺ വാരിയർ എന്നാണ് പറയുന്നത്. ആമസോൺ വാരിയർ എന്ന് പറയുന്ന റെഫറൻസ് ഗ്രീക്ക് മിത്തോളജിയിലെ റെഫറൻസ് ആണ്. അത് ഹോമറിന്റെ ഇലിയറ്റിലൊക്കെ കാണാൻ പറ്റും. അപ്പം വളരെ എന്താ പറയുക ഒരു സർഫേസ് ലെവൽ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ ആ സർഫേസ് ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ലിറിക്സ് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ. അതിൽ സൊമാലിയയിലെ ബാല്യങ്ങൾ കുടിനീര് തേടി പല കാതങ്ങൾ താണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സൊമാലിയയിലെ വിഷയങ്ങൾ ഒരു പക്ഷേ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അൽ-ഷബാബിന്റെ കാര്യം പറയേണ്ടി വരും, അൽ-ഖയ്ദയുടെ അഫിലിയേറ്റ് ആയിട്ടുള്ള അൽ-ഷബാബിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും, അതുപോലുള്ള പല തീവ്രവാദ സംഘടനകളുടെയും കാര്യം പറയേണ്ടി വരും. അവിടെ ക്ലാൻ നെറ്റ്വർക്കുകൾ വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സൊമാലിയ ഈ അവസ്ഥയിൽ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായൊരു ഭരണകൂടം 1991 മുതൽക്കില്ല. അതിന് കാരണം ഈ പറഞ്ഞ പോലെ തീവ്രവാദ സംഘടനകളാണ്. അതായിരിക്കേണ്ടിയിരുന്നു കുട്ടികളിലേക്ക് എത്തിക്കുന്ന മെസ്സേജ്. പക്ഷെ അതിന് പകരം സൊമാലിയയിൽ എന്തൊക്കെയോ അട്രോസിറ്റീസ് ഉണ്ട് എന്ന് മാത്രമേ അത് കൺവേ ചെയ്യുന്നുള്ളൂ ഈ വരികൾ. പിന്നെ മെക്സിക്കൻ കനവുകൾ 1000 ഒരു മതിലാരെ ആര് തടുപ്പു, അങ്ങനത്തെ ഒരു വരിയുണ്ട് അതിൽ. അപ്പം അത് ബേസിക്കലി എന്താ പറയാ, US എന്ന് പറയുന്ന രാജ്യത്തിന് അവിടേക്കുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതൊക്കെ തടയാൻ വേണ്ടിയാണ്. മറ്റേത് രാജ്യത്തെ പോലെ US അവരുടെ എന്താ പറയാ പൗരന്മാരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ മെക്സിക്കൻ സ്വപ്നങ്ങൾ പൂവണിയാൻ ഇപ്പൊ എന്താ പറയുക, അവിടെ നിന്ന് B1 വിസയോ അല്ലെ B2 വിസയോ H1B വിസയോ TN വിസയോ അല്ലെ സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നാൽ മതി. അപ്പം മെക്സിക്കൻ സ്വപ്നങ്ങൾ പൂവണിയും. അപ്പൊ ഇങ്ങനെയുള്ള ചില എന്താ പറയാ ഈ ഒരു അട്രോസിറ്റി ഷോപ്പിംഗ് നടത്തിയിട്ട് ഒരു ലിറിക്സ് ഉണ്ടാക്കി. അതിൽ ആഭ്യന്തര യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സർഫേസ് ലെവലാട്ടോ, ഇതൊന്നും ഒരു ഡെപ്തിൽ പോകുന്നില്ല. മെക്സിക്കോ US ഇഷ്യൂ പറയുന്നുണ്ട്, സാമ്പത്തിക. താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ സർഫസ് ലെവലിൽ പോകുന്നുവെങ്കിൽ പോലും ഇത് വിഷയത്തിന്റെ താരതമ്യ പഠനം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അസ് എന്നുള്ള മൈക്കിൾ ജാക്സന്റെ വരികളുമായി താരതമ്യം ചെയ്യൂ എന്നുള്ളതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ അപ്പൊ ഇവിടെയാണ് അഭിലാഷ് ഞാൻ പറഞ്ഞത്, ഇവിടെ ലിറിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അട്രോസിറ്റി ഷോപ്പിംഗ് നടത്തിയ ഒരു പാട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് വളരെ കൊഹറന്റ് ആയിട്ടുള്ള ഒരു തീം പിടിച്ചുകൊണ്ടുള്ള ഒരു സോങ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ഇതിന് രണ്ടിനും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് മൈക്കിൾ ജാക്സനെ അപമാനിക്കുന്ന പോലെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇവിടെ അതായത് അക്കാഡമിക് തലത്തിൽ ഈ 2 വരികൾ ഈ വിഷയത്തെ പരിഗണിച്ചാൽ പോലും താങ്കൾക്ക് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഒരിക്കലുമില്ല. കാരണം ഇതൊരു എന്താ പറയുക ഒരു 10 ന്യൂസ് ഹെഡ്ലൈൻ വായിച്ചു പോയ ഒരൊറ്റ വരിയിൽ വായിച്ചു പോയ പോലത്തെ അവസ്ഥയാണ് വേടന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ അതിനൊരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തിയിട്ട് മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന പാട്ടൊന്ന് എടുത്ത് കേട്ട് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പോലീസ് അതിക്രമം, റേഷ്യൽ ഇൻജസ്റ്റിസ്, ഇതാണ് അതിലെ സെൻട്രൽ തീം. ഇതിന്റെ സെൻട്രൽ തീം എന്താണ് അഭിലാഷേ? പരിസ്ഥിതി തകർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്, ആഭ്യന്തര യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, സാമ്പത്തിക ഉപരോധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, വംശീയാക്രമത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതിൽ സെൻട്രൽ തീം എന്താണെന്ന് നാളെ ഒരു സ്റ്റുഡന്റ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഫസർ എന്താണ് ഉത്തരം പറയുക? അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയെന്ന് ഇതിന്റെ എക്സ്പേർട്ട് പാനൽ ഒരു പക്ഷേ വ്യക്തമാക്കണം. കാരണം ഇങ്ങനെയുള്ള പാട്ടുകൾ അപ്പൊ നാളെ ഏത് ആൾക്കും ഇങ്ങനെയുള്ള ഞാൻ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെയുള്ള അറസ്റ്റും അല്ലെങ്കിൽ ഡ്രഗ്സുമായുള്ള ബന്ധവും ഒന്നും അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇവരുടെ എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി അല്ല, താങ്കൾ പറയുന്നത് പോലെ ഇവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഈ അക്കാഡമിക് തലത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് ആരുടെ രചന എന്നതിന് ഒരു പ്രാധാന്യവും നൽകേണ്ടതില്ല എന്നാണോ? അതിന് പ്രാധാന്യമുണ്ട്, അതിന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഈ ചർച്ചയിൽ എടുക്കേണ്ട, അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ അക്കാഡമിക് തലത്തിൽ ചിന്തിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. അവർ ചിന്തിച്ചില്ല എന്നത് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് വലിയ പ്രശ്നം തന്നെയല്ലേ ശ്രീ? എങ്ങനെയാണ് നമുക്കതിനെ തള്ളിക്കളയാൻ സാധിക്കുക? അതായത് വേടൻ എന്ന ഗായകന്റെ ഗാനങ്ങളോട് യോജിപ്പോ ഒക്കെ ഉള്ളവരുണ്ടാകാം. പക്ഷേ ഇതൊരു സിലബസിന്റെ ഭാഗമാകുമ്പോൾ ഇത് ആരുടെ രചന, ആ രചയിതാവിന്റെ പശ്ചാത്തലം, അയാൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു
എന്നതൊക്കെ ഒരുപക്ഷെ താങ്കൾ ഈ പറയുന്നത് പോലെ തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ശരിയായ മാതൃകയിലേക്ക് പോയി അതൊരു മാതൃകയാക്കി മാറ്റിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ അങ്ങനെ നമ്മൾ പാഠപുസ്തകങ്ങളിലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മാതൃകയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല ഈ വ്യക്തി എന്നതും ആണല്ലോ വസ്തുത. അതെ അതെ, തീർച്ചയായിട്ടും ഞാൻ അതാ പറഞ്ഞത്. ആ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ച മുഴുവൻ അതിന്റെ മുകളിൽ എന്താ പറയുക സംസാരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം തെറ്റിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് നന്മയിലേക്ക് എത്തിയോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ജാക്ക് ഡാനിയൽസ് ഒക്കെ അടിച്ചുകൊണ്ട് പാട്ട് പാടുന്ന പല വീഡിയോസാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതാണോ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കേണ്ട സന്ദേശം എന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ പാഠപുസ്തകങ്ങളിൽ ഈ പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിക്കേണ്ട ആളുകൾ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ അതിന്റെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഇതിന്റെ വീഴ്ചകൾ എവിടേക്കാണെന്നും ഇതൊരിക്കലും മൈക്കൽ ജാക്സന്റെ പാട്ടുമായിട്ട് ദേ ഡോണ്ട് കെയർ അബൌട്ട് us എന്ന പാട്ടുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഇതിനില്ല എന്നതുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കാരണം അക്കാഡമിക് തലത്തിൽ ഇനിയിപ്പോ ഇതിന് മെറിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ മറക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ പോലും അക്കാഡമിക് തലത്തിൽ ഇതൊരു ഫെയിലിയർ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, മൈക്കൽ ജാക്സന്റെ ആ പാട്ടിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. വേടന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? ശ്രീലങ്കയിലെ അട്രോസിറ്റീസ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന്റെ പേരൻസ് ഇന്ത്യയിലേക്ക് വരുന്നു. അവർക്ക് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ ആക്സെപ്റ്റൻസ് കിട്ടുന്നു, അവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നു, വേടന്റെ പാട്ടുകളിലൂടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ച ഒരു സൊസൈറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ് മതമിരുളിൽ എന്താ പറയാ ഭാരതാംബ വെട്ടം തേടി അലയുകയാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പാട്ട്. അപ്പോ ഇവിടെ വന്നിട്ട് ഈ രാജ്യത്തെ എല്ലാ സൗകര്യങ്ങളും പറ്റി ജീവിച്ചിട്ട് അതിനെക്കുറിച്ച് മോശമായ ലിറിക്സ് എഴുതുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനെ ഒരു പാഠപുസ്തകത്തിൽ അത് അദ്ദേഹത്തിന്റെ ഫ്രീഡമാണ്, അദ്ദേഹത്തിന് ചെയ്യാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ യൂട്യൂബിൽ ഇടാം, അല്ലെ അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ പാടാം, എന്തും ചെയ്യാം. പക്ഷെ ഇതൊരു പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന സന്ദേശം എന്താണ്? വരും തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് ഈ സർക്കാർ ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ ഒന്നാണ് റാപ്പർ വേടൻ എന്നത്. ഈ സൂചിപ്പിക്കുന്ന പോലെ വേടന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ഒരു സർഗപ്രതിഭ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുണ്ട്, എന്നാൽ വിമർശനം ഉന്നയിക്കുന്നവരുമുണ്ട്. അതിലൊന്നും ഇവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ മിഥുൻ തന്നെ സൂചിപ്പിച്ചു, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാൻ സാഹചര്യമുണ്ടായി എന്നതുകൊണ്ട് പോലും വിമർശനത്തിന് ഈ രാജ്യത്തെ വിമർശിക്കാം, രാജ്യത്തിൻ്റെ സമ്പ്രദായങ്ങളെ വിമർശിക്കാം, ഭരണകൂടത്തെ വിമർശിക്കാം. അതൊക്കെ ഒരു വസ്തുതയായി നിൽക്കുമ്പോഴും ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളുടെ ഗാനം സിലബസിൻ്റെ ഭാഗമാക്കുമ്പോൾ അതിന് മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പൊതുവെ നിരീക്ഷിച്ചാൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാനാകുമോ? ശ്രീ അഭിലാഷ്, സത്യസന്ധമായി പറഞ്ഞാൽ വേടന്റെ ആ പാട്ടങ്ങനെ എടുക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. പൊളിറ്റിക്കൽ എന്ന വാക്ക് കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല, പൊതുവെ ലെഫ്റ്റ് ചേർന്ന് നിൽക്കുന്ന സ്വത്വരാഷ്ട്രീയം, പിന്നോക്ക ജാതി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ രാഷ്ട്രീയം എന്ന നരേറ്റീവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നതാണ്. കുറെ കൂടെ സത്യസന്ധമായി പറഞ്ഞാൽ പിന്നോക്ക ദളിത് മുസ്ലിം ഐക്യം എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്നുള്ളതാണ് അതിന്റെ സത്യം. നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രണ്ട്, എനിക്ക് വേടനെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. വേടൻ അടക്കമുള്ളവരോട് നമ്മൾ എടുക്കേണ്ട സമീപനം, വേടന്റെ അച്ഛൻ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനാരായണ ഈ പ്രസ്ഥാനങ്ങളോടൊക്കെ ചേർന്ന് നിന്നൊരു വ്യക്തിയാണ്. വേടന്റെ അമ്മയാണ് ഈ ശ്രീലങ്കൻ പശ്ചാത്തലമുള്ള വ്യക്തി. ശ്രീലങ്കൻ ആണെങ്കിലും നമ്മുടെ തന്നെയാണ് കേട്ടോ, നമ്മുടെ വിശാലർത്ഥത്തിലെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരും മറ്റും ഒക്കെ തന്നെയാണ്. അപ്പം വേടനോടക്കം പിന്നോക്ക സമൂഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നവരോടുള്ള വ്യക്തി എടുക്കേണ്ട നിലപാട് മഹാത്മാഗാന്ധി അംബേദ്കറെ കുറിച്ച് പറഞ്ഞതാണ്. ഗാന്ധിജി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അതായത് ഇനി അംബേദ്കർ ഒന്നും അംബേദ്കറുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ തലതല്ലി അദ്ദേഹം പൊളിക്കുന്നില്ല, അത് തന്നെ വലിയ കാര്യമാണ്. കാര്യം അത്രമാത്രം തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമിയൊക്കെ ചരിത്രത്തിൽ നമ്മളെ ഭ്രാന്താലയം എന്ന് വിളിക്കുന്നത്. ഈ പിന്നോക്ക വിഭാഗക്കാരോടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ സമീപനം ശരിയാകണമെന്നുള്ളത് ആധുനിക കാലത്ത് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 2020 പറയുന്നത്. അതായത് ഒരു പിന്നോക്ക വിഭാഗക്കാരുടെ പരിപാടിക്ക് സ്വയം സേവകരും RSSലെ ആൾക്കാരും പോയപ്പോൾ അവർ പറഞ്ഞു, ഒരു ഹിന്ദു ഐക്യ ശ്രമത്തിന് വേണ്ടിയാണ് പോകുന്നത്, അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ തരുന്നത് ഗോമാംസമാണ്, ഞങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങൾ കഴിക്കുമോ എന്ന്. അപ്പോൾ ഈ സ്വയം സേവകർക്ക് ഒരു ഞെട്ടലുണ്ടായി. അപ്പൊ അവരുടെ സംഘത്തലവൻ പറഞ്ഞു, അങ്ങനെ ഗോമാംസം കഴിച്ച് ഞങ്ങളുടെ 42 തലമുറകൾ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം വരുന്ന ആഹാരം കഴിക്കും. കാര്യം ചരിത്രത്തിൽ ആ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അത് പരിഹരിക്കാനാണ് ഞങ്ങൾ വരുന്നത്. അദ്ദേഹത്തിന്റെ വളരെ വൈറലായ ഒരു സ്പീച്ചാണ്. അപ്പൊ എന്നിട്ട് പിന്നീട് അവർ പറയുണ്ടായി, ഞങ്ങൾ ഗോമാംസം ഒന്നും അല്ല തരുന്നത്, ഇത് വേറെ ആഹാരവും നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഗോമാംസം കഴിക്കണമെന്നല്ല, പക്ഷേ ഗോമാംസം ഏറ്റവും പവിത്രമായ പശുവിന്റെ അല്ലെങ്കിൽ ഗോമാതാവിന്റെ ഗോമാംസം കഴിച്ചു പോലും ഹിന്ദു ഐക്യത്തിന് വേണ്ടി ശ്രമിക്കണമെന്നും പിന്നോക്ക വിഭാഗങ്ങളെ കൂടെ കൂട്ടണമെന്നും കാഴ്ചപ്പാടുള്ളവരാണ് എല്ലാ നല്ല നേതാക്കളും. അതുകൊണ്ടാണ് പൂജനീയ സർസംഘ് ചാലകാകട്ടെ, ഗാന്ധിയന്മാരാകട്ടെ, നമ്മുടെ മോദിജി പറയുണ്ടായി, ദളിതരെ പശുവിന്റെ
തോലുരിക്കുന്നതിന് വരെ നിങ്ങൾക്ക് മർദ്ദിക്കണമെങ്കിൽ എന്നെ മർദ്ദിക്കൂ, ദളിതരെ വെറുതെ വിടൂ. അപ്പോൾ വേടൻ അടക്കമുള്ളവരോട് നമ്മൾ എടുക്കേണ്ട സമീപനം ഒരു ഇന്റഗ്രേഷന്റെ സമീപനമാണ്. അസിമിലേഷൻ എന്ന വാക്കുപോലും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒരു ഇന്റഗ്രേഷന്റെ സമീപനമാണ്. വേടന്റെ വേദനയിൽ നിന്നാകാം ആ പാട്ടുകൾ ഉണ്ടാകുന്നത്. വേടന്റെ ചില വാക്കുകൾ പ്രകോപനപരമാണ്, എല്ലാവർക്കും അറിയുന്നത് ആ വാക്കുകൾ മാറ്റിവെച്ച് വേടനെ ഒരു ഇന്റഗ്രേഷന്റെ പാതയിൽ എടുക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പാലക്കാട് BJP നേതാവ് ശ്രീ മിനി കൃഷ്ണകുമാർജി വേടനെതിരെ NIA അന്വേഷണത്തിന് പോയപ്പോ മുതിർന്ന BJP നേതാക്കൾ അതൊക്കെ അത് വേണ്ടാന്നും അവരെ തിരുത്തുകയാണ് ശ്രമിച്ചത്. അപ്പൊ ഈ പിന്നോക്ക വിഭാഗത്തിന്റെ ജാതി വിഭാഗത്തിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ വിശാല ഹിന്ദു ഐക്യത്തിന്റെ താല്പര്യം കൂടെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ അത്തരം സമീപനങ്ങളെ എടുക്കാൻ. യാന്ത്രികമായി ഇത്തരം കാര്യങ്ങളെ കാണുന്നതിൽ അർത്ഥമില്ല. നേരത്തെ ശ്രീ മിഥുൻ പറഞ്ഞതുപോലെ മൈക്കൽ ജാക്സൺ കറുത്ത വർഗ്ഗക്കാരനാണ്, നമുക്ക് അദ്ദേഹത്തെ അറിയുന്നത് വെളുത്ത വർഗ്ഗക്കാരനായിട്ടാണ്. പക്ഷെ ശരിക്കും അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. പിന്നീട് ശസ്ത്രക്രിയയൊക്കെ ചെയ്താണ് ഇങ്ങനെ വരുന്നത്. ഓൾ ഐ വാണ്ട് ടു സേ ഈസ് ദാറ്റ് ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ് എന്ന അവിടത്തെ ഈ അമേരിക്കയിലെ റേഷ്യൽ വിഭാഗങ്ങളെയും മറ്റുമൊക്കെ വെച്ചാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഹീൽ ദ വേൾഡ്, ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളുടെയും വേടന്റെയും ചില വരികൾ മനോഹരമാണ്. മറ്റേ ഐലിൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളർന്നു, ആഴം എടുത്തു എന്നൊക്കെയുള്ള വാക്കുകൾ, ആഴമെടുത്തു എന്നൊക്കെയുള്ള വാക്കുകൾ വളരെ മനോഹരമാണ്. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയാണ്. പക്ഷെ വേടനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ മൈക്കൽ ജാക്സൺ വേറൊരു പെഡസ്റ്റിയിൽ നിൽക്കുന്ന അല്ല, അങ്ങനെ താങ്കൾ ഈ പറയുന്നത് പോലുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുമ്പോൾ അത് കുട്ടികളിലേക്കാണോ അടിച്ചേൽപ്പിക്കേണ്ടത്? അത് താങ്കളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ക്ഷമിക്കണം, അത് നമ്മുടെ സിലബസ് ആരാ നിർണ്ണയിക്കുന്നത്, എന്താ അവർ പഠിക്കുന്നത്, ആധുനിക കാലത്തിന്റെ കാര്യങ്ങളോട് സംവദിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ സംശയമില്ല. അതായത് ഞാൻ വളരെ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വേടനടക്കം കൊണ്ടുവരുന്ന ഒരു പിന്നോക്ക സ്പേസിനെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ തങ്ങൾ വേടനോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ മെസ്സേജ് നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടല്ലോ. അതാണല്ലോ ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഈ ലഹരി കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു പരിഗണന ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടി ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. ഈ ലഹരി കേസിൽ പിടിക്കപ്പെട്ട ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെയൊക്കെ മുൻനിരയിൽ തന്നെ വേടനെ കാണാൻ സാധിച്ചത്. അല്ല, ഒറ്റ കാര്യം മാത്രം, അങ്ങനെ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വേടനാകട്ടെ, ഷൈൻ ടോം ചാക്കോ ആകട്ടെ, ശ്രീനാഥ് ബാസി ആകട്ടെ, താങ്കൾ പറഞ്ഞെടുത്തൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളിൽ വേടനെ മാത്രമല്ലേ നമ്മൾ കണ്ടുള്ളൂ? അവിടെയാണ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ് ഒരു വരിയേ ഉള്ളൂ. വേടൻ അത് കൊടുത്തു. പക്ഷെ മുകേഷൻ നായർക്ക് കോടതി അനുകൂലമായ വിധി വന്നിട്ട് കൂടി മുകേഷൻ നായരെ സ്കൂളിൽ പരിപാടിക്ക് വിളിച്ചതിന് അന്വേഷണം പ്രഖ്യാപിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തു. അത് മുകേഷൻ നായർ ആയതുകൊണ്ടാണോ എന്ന് അറിയാതെയെങ്കിലും ചോദിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. അതായത് വേടന്റെ കയ്യിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, വേടൻ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കോടതിയുടെ വിധി തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ, വേടൻ തന്നെയല്ലേ തുറന്നു പറഞ്ഞത്. അതെ, നേരെ മറിച്ച് മുകേഷൻ നായർ നിരപരാധിയാണെന്നുള്ള കോടതിയുടെ, അല്ലെങ്കിൽ മുകേഷൻ നായർ മറ്റേ പോക്സോ കേസിൽ വ്യാജപ്രതി അല്ലെങ്കിൽ വ്യാജമായി കേസ് ചേർക്കപ്പെട്ട ആളാണ്. അപ്പൊ മുകേഷൻ നായർക്ക് ഒരു നീതിയും വേടന് വേറൊരു നീതിയും ആവുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽ തന്നെ ജാതീയ സ്പർദ്ധയുണ്ടാക്കി, സ്പ്ലിറ്റ് ഉണ്ടാക്കി, തങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയല്ലേ എന്ന് തോന്നും. മുകേഷൻ നായരോട് ഒരു നീതിയും വേടനോട് വേറൊരു നീതിയും തോന്നുമ്പോ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയുന്ന വിശ്വമാനവിക നീതി അല്ല എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ശരി, ശ്രീ റെജി ലൂക്കോസ്, അതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സാമാന്യ ജനത്തിനുണ്ടാകുന്ന ഒരു സംശയമല്ലേ? ഈ വേടനുമായി ബന്ധപ്പെട്ട വിഷയം എപ്പോഴാണ് ചർച്ചയിലേക്ക് വന്നത്? ഒരു റാപ്പർ എന്ന നിലയിൽ നിരവധിയായ ആളുകൾ അദ്ദേഹത്തിനുണ്ട്, ആരാധകരുണ്ട്. പക്ഷേ വാർത്തയിൽ വേടൻ ഇടം നേടിയത് ആ വേടൻ ലഹരി കേസിൽ അറസ്റ്റിലാകുമ്പോഴാണ്, പിടിക്കപ്പെടുമ്പോഴാണ്. പിന്നീട് പുലിനഖം ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയായില്ല എങ്കിൽ അത് സ്വാഭാവികമായും ആ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? വേടനെ ചേർത്ത് പിടിക്കുന്നു, വേടന് വേദികൾ ഒരുക്കുന്നു, വേടൻ സർക്കാരിന്റെ നിരവധിയായ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലിതാ പാഠ്യപദ്ധതിയുടെ ഭാഗമായി വേടൻ മാറുന്നു. ഈ ഒരു അസാധാരണ പരിഗണന ലഭിക്കുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയമല്ലേ ഉള്ളത്? രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അതൊരു പിന്നോക്ക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന്റെ ഒക്കെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചേർത്ത് നിർത്തിയേ മതിയാകൂ എന്ന അവസ്ഥയിൽ ചേർത്ത് നിർത്തുന്നതല്ലേ? അഭിലാഷ്, ഇടതുപക്ഷത്തിനോടൊപ്പം ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു അന്വേഷണം നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. വേട്ടയാടപ്പെടുന്നവൻ സമൂഹത്തെ സ്വാധീനിക്കുകയും ചില വിചിത്രമായ സാഹചര്യങ്ങളെതിരെ വിരൽ ചൂണ്ടുകയും ചെയ്ത് വേട്ടയാടപ്പെടുന്നവനെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം ഈ ഭാരതീയ സംസ്കാരം തന്നെ. അതിന് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതായത് ബഹുമാനപ്പെട്ട അംബേദ്കറിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് അനുഭവിച്ച
പിന്നെ ജാതി വർണ്ണനയ്ക്ക് അദ്ദേഹത്തിന് ആ ജാതിയുടെ പേരിൽ അദ്ദേഹം അനുഭവിച്ച അനുഭവങ്ങളും അദ്ദേഹത്തിനെ വേദിയിൽ നിന്ന് ആട്ടി ഓടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരെ അതിനൊക്കെതിരെ പ്രതികരിച്ച മഹാനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. പിന്നീട് അംബേദ്കറെ ഇന്ന് അദ്ദേഹത്തിന്റെ പേര് നമ്മളൊക്കെ ഉച്ചരിക്കാത്ത ഒറ്റ ദിവസമില്ല. അതുകൊട്ടെ ഇവിടെ എനിക്ക് പറഞ്ഞു വരാനുള്ളത്, നേരത്തെ മൈക്കിൾ ജാക്സനെ കുറിച്ചോട് പറഞ്ഞു. മൈക്കിൾ ജാക്സൺ കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയതാണ്. അദ്ദേഹത്തിന് ആദ്യം ഇറക്കിയ നോവലിനെതിരെ ആൽബത്തിനെതിരെ ലോസ് ആഞ്ചലസിൽ പ്രകടനം ഉണ്ടായി. രണ്ടാമത് അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ഒരെണ്ണമായിരുന്നു ഡേഞ്ചറസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആൽബം. അതിന് അദ്ദേഹം ആഫ്രിക്കയിലെ ടാൻസാനിയാണെന്ന് എന്റെ ഓർമ്മയിൽ സബ്ജക്ട് കറക്ഷൻ. അവിടെ വെച്ച് തെരുവ് കറുത്ത കുട്ടികളുമായിട്ട് പാടിയതിന് അത് ഒഴിവാക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രശസ്തനായ സാഹിത്യകാരൻ രംഗത്ത് വന്നു. പക്ഷെ അപ്പോഴത്തേക്കും അദ്ദേഹം ഒരു സംഗീതത്തിന്റെ ഐക്കണായി ലോകം മുഴുവൻ വളർന്നു കഴിഞ്ഞു. അപ്പൊ ഇവരെല്ലാം ഇങ്ങനത്തെ അട്രോസിറ്റി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിച്ചമർത്തലിലും ഈ പിന്നെ സവർണ മേധാവിത്വത്തിനെതിരെയും പിന്നെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയും വിരൽ ചൂണ്ടിയിട്ടുള്ളവരെല്ലാം കൊല ചെയ്യപ്പെട്ട ചരിത്രം ഇന്ത്യയിലുണ്ട്. സപ്തദ് എന്ന് പറയുന്ന ഇടതുപക്ഷ ചിന്തകനും തെരുവ് നാടകക്കാരനുമായിരുന്ന ആളെ ഡൽഹിയുടെ പരിസര പ്രദേശത്തിട്ട് പരസ്യമായ വേദിയിൽ തന്നെ അദ്ദേഹത്തിനെ കൊന്നു. കർണാടകയിൽ ഇതേ അവസ്ഥയിൽ തന്നെ വിരൽ ചൂണ്ടിയവർക്കെതിരെ പിന്നെ അതിൽ ദബോൽക്കർ ഉണ്ട്, പിന്നെ നമ്മുടെ ഗൗരി ലങ്കേഷ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ തരത്തിൽപ്പെട്ട നിരവധി 4ഓളം പേരെ അവിടെ കൊന്നു തള്ളി. അടുത്ത കാലത്ത് കൊന്നു തള്ളി. BJP ഭരിക്കുമ്പോഴാണ് അതിൽ 3 പേരെ കൊന്നു കളഞ്ഞത്. എന്തിനധികം കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ തമിഴ്നാട്ടിലെ തമിഴ് സെൽവൻ, അതും സബ്ജക്ട് കറക്ഷൻ പേര് എനിക്ക് അതാ പേരിൽ എന്റെ ഓർമ്മയിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഈ സംഘപരിവാർ ശക്തികളുടെ പിന്നെ വധഭീഷണി വന്നപ്പോൾ അത് എഴുത്ത് തന്നെ നിർത്തി ഇപ്പൊ അധ്യാപക വിലയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിൽ അതൊന്നും സംഭവിക്കാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷം ശക്തമായതുകൊണ്ടാണ്. ഇവിടെ രാഹുൽ കൃഷ്ണൻ പറഞ്ഞ പോലെ അദ്ദേഹം എന്ന് പറയുന്ന ഹരിജനോ അല്ലെങ്കിൽ പിന്നെ അവർണനോ സവർണനോ എന്നുള്ള വ്യത്യാസം മലയാളികൾക്കില്ല. പക്ഷെ ചില ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ പിന്നെ കേരള സർവകലാശാലയിൽ മറ്റും കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാവ്യവൽക്കരണം ശ്രമിച്ചപ്പോൾ എല്ലാ വിവാദപ്പെട്ട ആൾക്കാരും എതിർത്ത്. അതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അവിടെ സവർണരെ മാത്രം പരിഗണിച്ചാൽ പോലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനൊക്കെ വേറിട്ടതാന്നുള്ള തെളിയിക്കുന്നതായിരുന്നു കേവലം 1.5 വർഷം മുമ്പ് കേരളത്തിൽ നടന്ന സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം പറയാം. വേടനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അറസ്റ്റോടുകൂടി മാത്രമല്ല പ്രശസ്തനാകുന്നത്, അദ്ദേഹം അതിനു മുമ്പ് തന്നെ 100 കണക്കിന് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ യുവാക്കളെ ആകർഷിക്കുന്ന ഒരു ഗായകനായിരുന്നു. അദ്ദേഹം തൊടുത്തുവിടുന്ന പിന്നെ ഓരോ വാക്കുകൾക്കും കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പിൽ തന്നെ വലിയ ഒരു എന്താ പറയുക ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അവിടെ സവർണനെന്നോ അവർണെന്നോ കറുത്തവെന്നോ അല്ലെങ്കിൽ ശ്രീലങ്കൻ വംശം എന്നുള്ള ഒരു പിന്നെ എന്താ ഡിസ്ക്രിമിനേഷനും കേരളത്തിലെ പൊതുസമൂഹത്തോട് കാണിക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒരു തെളിവാണല്ലോ നേരത്തെ ഇവിടെ. അല്ല, താങ്കൾ പറയുന്നിടത്ത് തന്നെയാണല്ലോ അതിന്റെ വസ്തുത. അങ്ങനെ കാണിക്കാത്ത ഒരു സമൂഹത്തില് എന്തിനാണ് വേടൻ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തേണ്ടത്? താങ്കൾ തന്നെ പറയുന്നു കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെ മാറ്റി നിർത്തുന്നില്ല, കേരളത്തിൽ അദ്ദേഹം പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ എന്താ പറഞ്ഞു പറയണമെന്നുണ്ടെങ്കിൽ അഭിലാഷ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ പറയാനുള്ള പൂർത്തീകരിച്ചിട്ട് ചോദിക്കും പ്ലീസ്. ഞാൻ അധിക സമയം എടുക്കുന്ന ആളല്ലോ. അതായത് ഞാനതിന് ആടിയെന്ന് പറഞ്ഞല്ലോ. അതായത് ഭരണകൂട അട്രോസിറ്റിക്കും ഈ അവർണ സവർണ വേരിയേഷനൊക്കെ പിന്നെ എന്താ പറയുക ചൂട്ടുപിടിക്കുന്നവർക്ക് ഇപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവർക്കും എതിരെയുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്. ഞാൻ ആദ്യം തന്നെ ഉദാഹരണമായിട്ട് മൈക്കിൾ ജാക്സനോട് കോട്ട് ചെയ്തു. ഇവിടെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ ഏറെ റെസ്പെക്ട് ചെയ്ത നന്ദകുമാർ സാറ് പിന്നെ ഗോൾഡനാമോ തടവറയിൽ മരിച്ച അവിടെ തടവറയിൽ വിട്ട ഒരാളുടെ എഴുത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് പിന്നെ പാഠ്യമായിട്ട് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ് സാർ, ഞാനും ഓർക്കുന്നുണ്ട്. അതിനെതിരെ കുറെ സംഘപരിവാര ശക്തികൾ കുറെ വേളം വെച്ചെങ്കിലും അത് അവസാനം അത് ഇന്ന് വന്നത് പോയത്. അത് നിരോധിച്ചിട്ടോ പിൻവലിച്ചിട്ടോ ഇല്ല. അത് ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതിന്റെ കുറെ സാരാംശങ്ങൾ എനിക്ക് തോന്നുന്നു അതിന്റെ പകർപ്പ് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും ആട്ടെ, വേടനെ എന്തിനാണ് എതിർക്കുന്നത്? അതാണ് നമ്മുടെ പ്രശ്നം. വേടൻ സർവകലാശാലയിൽ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് അദ്ദേഹത്തിന്റെ ഒരു കവിത അദ്ദേഹത്തിന് പഠിക്കാനായിട്ട് പാഠപുസ്തകത്തിൽ ചേർത്തതിന് കാരണം എന്തുകൊണ്ടാണ്? വേടൻ എന്ന് പറയുന്ന ആള് പറയുന്നത് ഒരു സമകാലിക സംഭവങ്ങൾ തന്നെയാണ്. അവിടെയാണ് എന്നോട് അഭിലാഷ് ഇടയ്ക്ക് ചോദിച്ചത് ഇവിടെ ആരും അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ലെന്നുള്ളവരോ. ഇവരെ ആരും അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വേടനെ ചേർത്ത് പിടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഉറപ്പായ കാര്യം, യാതൊരു സംശയമില്ല. ഞാൻ പോലും എത്ര ചർച്ചയോടെ അദ്ദേഹത്തിന് പിന്തുണച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് അന്യായമായിട്ടൊരു പ്രതികാരം കാണിച്ചപ്പോൾ പോലീസിന് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു, ഗവൺമെന്റ് ചേർത്ത് പിടിച്ചു, പിന്നെ അതുപോലെ കേരളത്തിലെ ജനങ്ങൾ ചേർത്ത് പിടിച്ചു. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ
പിന്നെ രംഗത്ത് വരുന്ന യേശുദാസ് വന്നാൽ എനിക്ക് തോന്നുന്നു ഇത്രയും പിന്നെ യുവജനത പിന്നെ തിങ്ങിക്കൂടുന്ന ഒരു ഗായകനുണ്ടെന്ന് എനിക്ക് സംശയം. അല്ല, അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ശ്രീ റെജി ലൂക്കോസ്. പക്ഷേ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? താങ്കൾ ഇപ്പോൾ പറഞ്ഞു വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി എന്നൊക്കെ. അത്തരം തെറ്റുകളും പിഴവുകളും ഒക്കെ പല വിഷയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമ്മൾ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കലാരംഗത്ത് നിന്നുള്ള നിരവധി ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീനാഥ് ഭാസി അതിൽ ഒരാളാണ്, ഷൈൻ ടോം ചാക്കോ മറ്റൊരാളാണ്, ഖാലിദ് റഹ്മാനുണ്ട്, അഷ്റഫ് ഹംസയുണ്ട്. ഇവരെയൊന്നും സർക്കാരിന്റെ പൊതുപരിപാടികളിൽ അതിഥികളായോ ഈ പറയുന്നത് പോലെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഏറ്റുപിടിച്ചോ ചേർത്ത് നിർത്തിയോ കൊണ്ടുപോവുകയോ വേദികളിൽ പ്രസന്റ് ചെയ്യുകയോ ഒന്നും ചെയ്ത് കാണുന്നില്ല. അല്ല, ഞാനത് തന്നെ വരുന്നത് എം മോഹൻ എന്ന് പറഞ്ഞൊരു സാഹിത്യകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഫ്രഞ്ച് എംബസിയിലെ ദീർഘകാലം ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ എഴുത്തുകളെ കുറിച്ച് ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് എഴുതിയ ഡൽഹി ഹരിദ്വാറിൽ പണിമുടങ്ങുന്ന പോലെയുള്ള പിന്നെ കൃതികളെ കുറിച്ച് അന്ന് പിന്നെ നമ്മുടെ സർവകലാശാലകളിൽ അത് പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ആരാന്നറിയോ? ഓർക്കുന്നുണ്ട് അഭിലാഷ്? ഇദ്ദേഹം മദ്യപാനിയാണ്, അതുപോലെ തന്നെ കഞ്ചാവ് അടിക്കുന്നവന്റെ പ്രതീകമാണ് അദ്ദേഹം. ഇതൊക്കെ പറഞ്ഞ് ഏതെല്ലാം ഇതിലുള്ള ചിത്രങ്ങളാണ്. മദ്യപാനവും ഇതും തമ്മിൽ വ്യത്യാസമില്ലേ? നിരോധിക്കപ്പെട്ട ഈ കഞ്ചാവ് എന്നത് കേരളത്തിൽ നിയമസാധുതയുള്ള ഒന്നല്ല. അതിന് പിടിക്കപ്പെട്ട ഒരാൾ എന്ന നിലയിലും അത് താൻ ഉപയോഗിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് സമ്മതിച്ചിട്ടുള്ള ഒരാളുമാണ്. താങ്കൾ പറഞ്ഞത് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പിഴവാണ്. ആ പിഴവ് ഭരണകൂടത്തിന്റെ പിഴവാണ്, അല്ലെങ്കിൽ ആ വകുപ്പിന്റെ പിഴവാണ്. പക്ഷെ ഇപ്പുറത്ത് ലഹരി കേസിൽ പ്രതിയായി എന്നത് പിഴവല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടേ, ലഹരി കേസിൽ പിഴവായി പിടിക്കപ്പെട്ടു എന്നത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അതിനൊരു ഭീകര കുറ്റമായിട്ട് കാണുന്നത്? അദ്ദേഹത്തിന്റെ ആ മുറിയിൽ നിന്ന് പിടിച്ചിരിക്കുന്ന കേവലം ആ 1.5 ഗ്രാം മാത്രമുള്ള കഞ്ചാവ് അത് അദ്ദേഹത്തിന്റെ ആണെന്ന് തന്നെ ഉറപ്പിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പരസ്യമായിട്ട് കൺഫ്യൂസ് ചെയ്തില്ലേ ഞാനത് ഉപയോഗിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ താങ്കൾ ഇപ്പോൾ നടൻ ദിലീപ് വിചാരണ നേരിടുന്നുണ്ടല്ലോ. നടൻ ദിലീപ് വിചാരണ നേരിടുന്നുണ്ട്. ഈ അല്ലല്ല, അങ്ങനെയല്ല ശ്രീ റെജി ലൂക്കോസ്. താങ്കൾ പറയുന്നതൊക്കെ ഒരു ന്യായീകരണമായി കണക്കാക്കാൻ പറ്റുമോ? വളരെ കുറച്ച് അളവാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ ഈ നീതിപീഠത്തിന്റെ പരിഗണനയിൽ നിൽക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു ചിത്രത്തെക്കുറിച്ച് CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം സിനിമയെക്കുറിച്ചാണ് പോസ്റ്റ് ഇട്ടത്. പക്ഷെ അതിൽ അഭിനയിച്ചത് ദിലീപാണ്. അതുകൊണ്ട് ഉണ്ടായ ആക്രമണം താങ്കൾക്ക് ഓർമ്മയില്ലേ? പിന്നീട് തിരുത്തേണ്ടി വന്നത് താങ്കൾക്ക് ഓർമ്മയില്ലേ? അദ്ദേഹം തിരുത്തിയിട്ടൊന്നുമില്ല. ആരാ നിങ്ങൾ പറഞ്ഞത് തിരുത്തിയെന്ന് പറഞ്ഞത്? ആരാ നിങ്ങൾ പറഞ്ഞത് തിരുത്തിയത്? ഇതാണ് നിങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങളൊരു ചർച്ച സംഘടിപ്പിച്ചിട്ട് പച്ച നുണകളെ പ്രതികരിക്കുക. അത് എവിടെയാ അദ്ദേഹം തിരുത്തിയത്? താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അദ്ദേഹം പറഞ്ഞു. അതെ, അതാണ് ജാഗ്രത കുറവുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് പിന്നെ ഇങ്ങനെ തിരുത്തി എന്ന് പറയാം. അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തിയോ? അല്ല, പിന്നെ എന്തിനാണ് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ല, ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിനുശേഷം ഞാൻ പറയുന്നു അതിലെനിക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ശ്രീ റെജി ലൂക്കോസ്? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരാമോ? എനിക്കൊരു വിചിത്രമായിട്ട് തോന്നുന്നു. അഭിലാഷ്, എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്? നിങ്ങൾ മറ്റുള്ളവരൊക്കെ സംസാരിച്ചപ്പോൾ അല്ല, താങ്കൾ പറഞ്ഞു തിരുത്തിയിട്ടില്ല എന്ന്. ഞാനൊന്ന് സംസാരിച്ച് പൂർത്തീകരിക്കാതെ നിങ്ങൾ ഇങ്ങനെയാണ് വാ തുറക്കുമ്പോൾ ഇടപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അല്ല, താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞ ഒരു ചോദ്യവും ഉദാഹരണവും സഹിതം താങ്കളോട് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ പറഞ്ഞാൽ മതി. അനുവദിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ചർച്ച നടത്തുന്നത്? MA ബേബി തിരുത്തിയിട്ടില്ല. MA ബേബി താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ തിരിച്ചത് ഫേസ്ബുക്ക്. അല്ല, അതിനർത്ഥം എന്താണ്? ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. താങ്കളൊന്ന് പറഞ്ഞാൽ മതി. എന്തായിരുന്നു MA ബേബി ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം? എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, അദ്ദേഹം തിരുത്തിയ നിങ്ങളോട് ആരാ? അദ്ദേഹം ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ആ ഫേസ്ബുക്ക് തിരുത്തുന്ന എന്തോരം വ്യത്യാസമുണ്ട്. ഇങ്ങനെയല്ലേ നിങ്ങളിപ്പോ ഈ അജണ്ട ചിത്രീകരിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിക്കുന്നു, അല്ല ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് എന്താണ്? അത് തന്നെയാണ് പ്രശ്നം. എത്ര അഭിലാഷിന്റെ വിഷയം അത് തന്നെയാ. അഭിലാഷെ അദ്ദേഹത്തിനോടൊപ്പം യുവാക്കൾ ചേരുന്നു, ചെറുപ്പക്കാർ ചേരുന്നു, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. ഇവിടെ അദ്ദേഹം ലളിതന്റെയും അവരുടെയും വാക്കുകൾ പറയുന്നത് ലളിതന്റെയും അഴിച്ചമർത്തപ്പെടുന്നവന്റെയും അല്ല എങ്കിൽ നിറം മാറിയവന്റെ പേരിൽ ശബ്ദിക്കാൻ ലോകമുള്ളിടത്തോളം ആളുകളുണ്ടാവും. ആരും പറഞ്ഞില്ല ശ്രീ റെജി ലൂക്കോസ്. താങ്കൾ പറയുന്നത് പോലെയല്ല. അദ്ദേഹത്തോട് ശബ്ദിക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വേദികൾ വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സിലബസിന്റെ ഭാഗമായി വന്നപ്പോൾ ആ പശ്ചാത്തലം ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലാതെ വേടന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ വേടന്റെ രചനകളെയോ ഒന്നും അല്ല ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഒറ്റ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു സെക്കൻഡ് അനുവദിക്കോ? ബാലേന്ദ്രൻ ചൂണ്ടിക്കാടെന്ന് പറഞ്ഞൊരു സാഹിത്യകാരനുണ്ട്. ഇപ്പൊ അതേ ഒരു ആർട്ടിസ്റ്റ് നടനും കൂടിയാ.
അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല ദുശ്ശീലങ്ങളെ കുറിച്ചും. അദ്ദേഹം മതം മാറി ബുദ്ധനായി വന്നു. അത് ആരായിരുന്നു അതിന്റെ ഇൻസ്പിറേഷൻ കൊടുത്തത്? നമ്മുടെ സാക്ഷാൽ മാധവൻകുട്ടി. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു, ഗയയിൽ പോയി. അദ്ദേഹത്തിന് അതിനു മുമ്പൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് എത്രയെല്ലാം രീതിയിൽ വേട്ടയാടി അദ്ദേഹത്തിന്റെ ബുക്സുകൾ ഇതായിട്ട് വന്നപ്പോഴത്തേക്കും റെജി ലൂക്കോസ്, താങ്കൾ ഇപ്പോഴും ഈ ആൾക്കൂട്ടത്തിന്റെ വിചാരണയോ ആൾക്കൂട്ടത്തിന്റെ വേട്ടയാടലോ ഒന്നുമല്ല എന്റെ സബ്ജക്ട്. ഞാൻ ചോദിച്ചത് ലഹരി വസ്തു ഉപയോഗിച്ചതിന് അറസ്റ്റിലായ ഒരു വ്യക്തിയാണോ വേടൻ എന്നുള്ളതാണ്. താങ്കൾ ഈ പറയുന്ന ഉപമകളിൽ നിങ്ങളുടെ സബ്ജക്ട് എന്താ? ഞാൻ അതിനാ മറുപടി പറയുന്നത്. അഭിലാഷ് എന്തൊക്കെയാ? അതാണ് ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യമാണ്. ലഹരി വസ്തുവിന് ഈ മലയാള ഭാഷയിൽ ഇതുവരെ മറുപടി പറഞ്ഞേ എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞു. രാഹുൽ ഈശ്വർ ഉദാഹരണം പറഞ്ഞു. ഇവിടെ മറ്റുള്ളവരൊക്കെ സംസാരിച്ചു. അവർക്ക് അവരുടെ ഭാഷ്യമുണ്ട്. വി അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ വേടൻ എഴുതിയ ഒരു കവിത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉൾപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് പൊള്ളുന്നത്? ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നേരത്തെ ഇവിടെ വേടൻ എഴുതിയ കവിത ഉൾപ്പെടുത്തിയതിൽ എനിക്ക് പൊള്ളുന്നൊന്നുമില്ല സാർ. താങ്കൾ ദയവായി മനസ്സിലാക്കുക, ഈ പരിഗണന വേടന് മാത്രം ലഭിക്കുമ്പോൾ പൊള്ളും. അത് സ്വാഭാവികമാണ്. വേടന് ലഭിക്കുന്ന പരിഗണന എല്ലാവർക്കും നൽകൂ. അപ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉണ്ടാകില്ല. നൽകിയവരുടെ ഒരു 12 പേരുടെ പേര് ഞാനിപ്പോ പറഞ്ഞില്ലേ? എവിടെയാണ് പറഞ്ഞത്? ഞാൻ ചോദിച്ചല്ലോ, ശ്രീനാഥ് ഭാസിയെ കുറിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒന്നും ആ ലഹരി വിരുദ്ധ പരിപാടികളുടെ മുൻനിരയിൽ കാണാത്തതെന്ന് ചോദിച്ചല്ലോ. നിങ്ങൾ ഇതുകൊണ്ട് കഷ്ടം. ടോം ചാക്കോയും ഭാസി എന്ന് പറയുന്ന നടനെയും വേടന്റെ ഒരു കവിതയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന? യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട അല്ല, ഷൈൻ ടോം ചാക്കോ അഭിനയത്തിൽ മികവ് പുലർത്തുന്ന ആളല്ലേ? അതെന്താ വഴിതെറ്റി പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിലാഷിന് നിയന്ത്രണം വിട്ടുപോയോ? അല്ല, എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. വേടൻ എന്നതൊരു കലാകാരനാണ്. ആ കലാകാരനെ അംഗീകരിക്കുന്നു. ആ കലാകാരനെ അംഗീകരിക്കുന്നത് പോലെ തന്നെ താങ്കൾ ഈ പറഞ്ഞതുപോലെ അളവ് കുറഞ്ഞ കഞ്ചാവാണ്. ഇതൊക്കെ പറയുന്ന എല്ലാവർക്കും ഇതൊക്കെ ബാധകമാകണ്ടേ എന്നുള്ളതാണ് ചോദ്യം. അഭിലാഷ്, ഞാൻ അളവ് കുറഞ്ഞ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമോശ പറഞ്ഞത്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ കൺഫസ് ചെയ്തോണ്ടൊക്കെ കൃതികളും ഒക്കെ ഇവിടെ ഈ രീതി. സാർ, ഇത് കഴിച്ചുകൊണ്ടിരുന്നവരും ഇത് അറസ്റ്റിലാവുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? താങ്കൾ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഇയാളെ അറസ്റ്റ് ജയിലിൽ ഇട്ടില്ല എന്നുള്ളതാണ് പരാതി. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ജയിലിൽ ഇട്ടഴിക്കുന്ന ജയിലിൽ കിടത്തിയിട്ടുള്ള ഒരു പലരുടെയും കൃതികൾ ലോകവ്യാപകമായിട്ട് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും ഉള്ളത് ഞാൻ ഉദാഹരണം കൊണ്ട് അല്ല, അതിപ്പോൾ മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയും ജയിലിൽ കിടന്നു എന്ന് ഒരു കൊലപാതകി വന്ന് നാളെ ഗോവിന്ദച്ചാമിയും നാളെ ഗോവിന്ദച്ചാമി വന്ന് ഞാനും മഹാത്മാഗാന്ധിയും ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. പ്രൊഫസർ എ ജി ജോർജ്, എന്തായാലും ശ്രീ റെജി ലൂക്കോസ് പറയുന്നത് ഈ വേടൻ വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഈ കേരളത്തിലെ പൊതുസംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന അഭിലാഷ് ഞാൻ പ്രതീക്ഷിച്ചില്ല. വേറൊരാരെങ്കിലും ബലാത്സംഗം ചെയ്തു കൊന്നോ? വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അട്രോസിറ്റി ഉണ്ടോ? അല്ല, എന്റെ സംശയം ഈ ബലാത്സംഗം ചെയ്ത് കൊന്നോ എന്നത് തെളിയുന്നത് വരെ അയാൾ കുറ്റക്കാരനാകുമോ? എങ്കിൽ താങ്കൾ പറയൂ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് തെളിയുന്നത് വരെ അയാൾ കുറ്റക്കാരനാകുമോ? ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റിൽ തന്നെ നമുക്ക് നിൽക്കാം. താങ്കൾ ചോദിച്ചു ഈ ബലാത്സംഗം ചെയ്ത് വേടൻ കൊന്നോ എന്ന്. ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണല്ലോ കുറ്റവാളിയാകുന്നത്. അതിനു മുമ്പ് ഈ പറയുന്ന പരിഗണന ഈ കേസിലൊക്കെ പെടുന്നവർക്ക് സർക്കാരും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും നൽകുമോ? അത് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്തുന്ന ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, CPM-ന് ബോധ്യപ്പെടുമോ? താങ്കൾക്ക് ബോധ്യപ്പെടുമോ? ഞാൻ ദിലീപിന്റെ കാര്യം ചോദിച്ചല്ലോ. താങ്കൾ എന്തേ മറുപടി കൃത്യമായി പറയാത്തത്? അല്ല, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു പോവല്ലേ? ഉത്തരവാദിത്തപ്പെട്ടവര് അല്ലല്ല, പാലക്കാട് കൗൺസിലർ, ഞാൻ അവരോട് ചർച്ച കൗൺസിലർ. അല്ല, അത് BJP-ക്ക് ബോധ്യപ്പെടുക എന്നുള്ളതല്ലല്ലോ. BJP-ക്ക് ബോധ്യപ്പെടുന്നതും CPM-ന് ബോധ്യപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ല, BJP-ക്ക് അങ്ങനെ ആകാമെങ്കിൽ ഇങ്ങനെ എന്നാണോ CPM-ന്റെ നിലപാട്? എന്തൊരു ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾ? താങ്കൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അല്ല, അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തു. വേടനെതിരെയുള്ള NIA കൊടുത്ത പരാതിക്കെതിരെ ആ കൊടുത്തവർക്കെതിരെ എന്തിന് ശാസിച്ചു പറയൂ. എന്നിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കേ. അല്ല, അത് BJP ആണോ കേരളം ഭരിക്കുന്നത്? BJP ആണോ സിലബസ് തയ്യാറാക്കിയത്? അഭിലാഷ്, എനിക്ക് തോന്നുന്നു അഭിലാഷ് ആകപ്പാടെ പ്രശ്നം. അഭിലാഷുമായിട്ട് എന്റെ ചോദ്യത്തിൽ താങ്കൾക്ക് ഒരു വ്യക്തത കുറവുമില്ല. താങ്കൾ പറഞ്ഞ ഉദാഹരണത്തെ തന്നെയാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. ശരി
ശരി, അല്ല താങ്കൾക്ക് അങ്ങനെ നിരീക്ഷിക്കാം, അതൊക്കെ താങ്കളുടെ സ്വാതന്ത്ര്യം, അതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന്. താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അതിൽ വേടന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്നു. ശ്രീ എ ജി ജോർജ്, ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടൊന്നും ആർക്കും വിയോജിപ്പില്ല. പക്ഷേ അതൊരു അക്കാഡമിക് തലത്തിൽ സിലബസ് ആയി വരുമ്പോൾ ഞാൻ അടക്കം വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചിട്ടുള്ള മാതൃകകൾ ഉണ്ട്, രചനകൾ ഉണ്ട്. ആ രചനകളെ സംബന്ധിച്ച് അത് ആരുടെ രചനകൾ, ഏത് പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടത്, ഇതൊക്കെയാണ് എൻ്റെ അക്കാഡമിക് എക്സ്പീരിയൻസ് എന്നത്. വേടന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലോ വേടനെ അനുകൂലിക്കുന്നതിലോ എതിർക്കുന്നതിലോ ഒന്നും ആർക്കും ഒരു വിയോജിപ്പും ഉണ്ടാകില്ല. പക്ഷേ വേടനെ പോലെ ഒരാളുടെ കൃതി പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് സിലബസിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് അത്രമേൽ നിഷ്കളങ്കവും ആ വരികളുടെ കാമ്പും കരുത്തും മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതും എന്ന് നിരീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? അഭിലാഷേ, സർവകലാശാലകളിലെ പാഠപുസ്തകങ്ങളിൽ പാഠങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട അനിവാര്യതയെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ് സാധാരണയായി ഈ തരം സമിതികളിൽ അംഗമാകുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാഡമിക് കൗൺസിൽ എന്നൊക്കെ പറയുന്ന സർവകലാശാലയിലെ ഉന്നത സമിതികൾ വളരെയേറെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഉൾപ്പെടുന്ന സമിതികളാണ്. അവരാണ് ഒരു പാഠ്യക്രമത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വേണ്ട രീതിയിൽ സമഗ്രമായി പരിശോധിച്ച് അത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ യോഗ്യമാണ് എന്ന് നിശ്ചയിച്ച് പുറത്തിറക്കുന്നത്. ഇവിടെ നമ്മൾ എഴുതിയ ആളിൻ്റെ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശസ്തിയെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അഭിലാഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ പാനലിലുള്ളവരും നമ്മളെല്ലാവരും ഒക്കെ കോളേജുകളിലൊക്കെ ധാരാളം വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവരാണ്. ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ളതായിട്ടുള്ള സന്ദേശം എന്താണ്, അത് തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശം എന്താണ്, ഇത് ആ കുട്ടികളിൽ എത്ര സ്വാധീനം ചെലുത്തുന്നു, അവരുടെ സാംസ്കാരികമായ വളർച്ചയ്ക്ക് എത്രമാത്രം സഹായം ചെയ്യുന്നു, അവരുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് എന്തെല്ലാം സംഭാവനകൾ ചെയ്യാൻ കഴിയുന്നു, ഈ തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടെ പഠിച്ചതിന് ശേഷമാണ് ഈ തരം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന ഈ പാട്ടെഴുത്തുകാരൻ്റെ പ്രശസ്തിയോ അല്ലെങ്കിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ആൾക്കൂട്ടം കൂടുന്നതോ അല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഏത് കലാസൃഷ്ടിയുടെയും അപഗ്രഥനം നടത്തുമ്പോൾ ആ കലാകാരനെ കൂടെ നമ്മൾ തീർച്ചയായും അപഗ്രഥിക്കാറുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആത്മഗന്ധിയായ ആത്മനിഷ്ഠയായ രചനകൾ എന്ന രീതിയിൽ നമ്മൾ ധാരാളം രചനകൾ പഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളിൻ്റെ സവിശേഷതകൾ, അതായത് നെഗറ്റീവായിട്ട് വലുതുണ്ടെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവായിട്ടുള്ളതുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു പാഠം പഠിക്കുന്നത്. അത് വില്യം ഷേക്സ്പിയർ ആയാലും ശരി, കുമാരനാശാനായാലും ശരി, ചങ്ങമ്പുഴി ആയാലും ശരി, ബെർണഡ് ഷോ ആയാലും ശരി, ഏത് സാഹിത്യകാരനായാലും ഏത് ചരിത്രകാരനായാലും ആ ചരിത്രകാരനെ പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ബുദ്ധിപൂർവം ഒരു കൃതി അവലോകനം ചെയ്യുന്നത്. ശില്പിയില്ലാതെ ശില്പമില്ലല്ലോ. അല്ല, അവിടെയാണല്ലോ ഈ സ്വാഭാവികമായി ഏറ്റവും ഒടുവിൽ സമസ്ത വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അതായത് വേടന്റെ വരികൾ അതിതീവ്രമാണ്, വേടനെ പോലെയുള്ളവർ ഈ സമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടാകണം, ഭരണകൂടത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആയിരിക്കണം എന്ന നിലയിൽ ഉള്ള, അതായത് രാജാവ് നഗ്നനാണ് എന്ന് എക്കാലവും വിളിച്ചു പറയാൻ ശേഷിയുള്ള ആളുകൾ ഉണ്ടാവണം. വേടന്റെ പശ്ചാത്തലം വളരെ തീഷ്ണത നിറഞ്ഞതായിരുന്നു, പോരാട്ടത്തിൻ്റെതായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നുമുണ്ട് ഒരു വിഭാഗം. അഭിലാഷ്, ഇതിനെ രണ്ടായി കാണണം. ഇപ്പോൾ സമൂഹത്തിന് കൊടുക്കുന്നതായിട്ടുള്ള സന്ദേശം അതേപടി നൽകുകയല്ല 19-20 വയസ്സ് പ്രായമുള്ള ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് എന്ന അഭിപ്രായമുള്ള ഒരു അധ്യാപകനാണ് ഞാൻ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ അധികാരവർഗത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ വളരെ നൂതനങ്ങളായിട്ടുള്ള വിപ്ലവ ചിന്തകൾ മനുഷ്യരുടെ ഇടയിൽ വളർത്തണം എന്നൊക്കെ പറയുന്ന അഭിപ്രായത്തോട് ആർക്കും വിയോജിപ്പില്ല. പക്ഷേ നമ്മൾ ഇലേ അറിഞ്ഞു വേണം വിളമ്പാൻ എന്ന് നാടൻ ചൊല്ലി പറയുന്നത് പോലെ 19-20 ഞാൻ മനസ്സിലാക്കുന്നത് BA 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠ്യക്രമത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നാണ്. 4ാം സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 2ാം വർഷം, പഴയ രീതി അനുസരിച്ച് 2ാമത്തെ വർഷം. അഭിലാഷെ, 2ാമത്തെ വർഷം അല്ലെങ്കിൽ 4ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ പ്രായം ശരാശരി 19-20 വയസ്സാണ്. അപ്പോൾ അവരുടെ അനുഭവ സമ്പത്തിൽ അവരെവിടെ നിൽക്കുന്നു? അവർക്ക് കാര്യങ്ങൾ ഈ തരത്തിൽ വളരെ ദൂരക്കാഴ്ചയോടുകൂടെ അഭിലാഷിൻ്റെയും എൻ്റെയും മാനസിക പക്വതയിൽ ഇതിനെ എങ്ങനെ കാണാൻ കഴിയുന്നു? ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. അത് പരിഗണിച്ചുകൊണ്ടാണ് വിവേകമുള്ള സീനിയർ ആയിട്ടുള്ള അധ്യാപകർ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളായിരുന്നു കൊണ്ട് പാഠങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ പാഠം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഈ പറയുന്ന പോലെ വിപ്ലവകരമായിട്ടുള്ള സമൂഹത്തെ മുഴുവൻ ഉദ്ധരിക്കുന്ന, അല്ലെ ഭരണകർത്താക്കളെ ചോദ്യം ചെയ്യുന്ന
രാജാവ് നഗ്നനാണെന്ന് ഉച്ചത്തിൽ വിളിക്കാൻ പറയുന്ന ആ ഒരു ഭാഗത്തിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാക്കേ കാക്കേ കൂടെ എവിടെ എന്ന പാട്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പോകുമ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തുന്നതുകൊണ്ടാണ്. കാരണം അവർ മാനസികമായി വളരുമ്പോൾ അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഉപരിപ്ലവങ്ങളല്ലാത്ത ആത്മഗന്ധിയായിട്ടും അതുപോലെ തന്നെ സംസ്കാരത്തിന് യോജിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ വേടൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചോ അല്ല ഇവിടെ പ്രധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറമായി അക്കാദമികമായി ഈ വിഷയത്തെ കാണുമ്പോൾ ഈ ഒരു പാഠം പഠിപ്പിക്കത്തക്കതല്ല ഒരു സാഹചര്യമല്ല ഈ പറയുന്ന 2ാം വർഷ ഈ സാഹിത്യ ക്ലാസ്സുകളിൽ എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അവിടെ ഈ താരതമ്യ സാഹിത്യ പഠനത്തിലാണല്ലോ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏത് താരതമ്യം, ഏത് സാഹിത്യവുമായിട്ടാണ് ഈ വേടന്റെ കവിതയെ താരതമ്യം ചെയ്യാൻ കഴിയുക? അവിടെയാണ് ഒരു പ്രധാനമായിട്ടുള്ള. ശ്രീ എ ജി ജോർജ്, തീർച്ചയായും താങ്കൾ പറയുന്നത് പോലെ അക്കാഡമിക് തലത്തിലടക്കം ഈ വിഷയത്തെ എടുക്കുക എന്നതിനപ്പുറത്ത് സ്വാഭാവികമാണ് അക്കാഡമിക് തലത്തിൽ എടുക്കേണ്ട ഒരു യോഗ്യതയും മാനദണ്ഡവുമുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് എവിടെയാണ്? സ്വാഭാവികമായും ഒരു പേര് ഉയർന്നു കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ ഗാനാലാപനവുമായി ബന്ധപ്പെട്ടോ ഒന്നും ഇവിടെ എതിർ അഭിപ്രായങ്ങളും ഇല്ല. അതൊക്കെ ഒരു സ്വാതന്ത്ര്യം എന്ന നിലയിൽ കാണാം. ആ വരികളുടെ തീഷ്ണതയെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ തുടർച്ചയായി ലഭിക്കുന്ന, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്, ഇത്തരം വിഷയങ്ങളിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പരിഗണന. ഒരാളുടെ വരികൾ തീഷ്ണമാണ്, അയാൾ ഒരു കലാകാരനാണ് എന്നതുകൊണ്ട് കലാകാരനല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്ന തെറ്റുകളും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് അതിനെ ലഘൂകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? വളരെ കൃത്യമായി ഒരാൾക്കൂട്ടം ഒരാൾക്ക് പിന്നിലുണ്ട് എങ്കിൽ അതിന് മറ്റൊരു പരിഗണന ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഏറ്റവും ഒടുവിൽ അത് പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറുമ്പോൾ അടക്കം അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയിക്കുന്നു വലിയൊരു വിഭാഗം ആളുകൾ. അതിനൊരു തക്കതായിട്ടുള്ള ഉത്തരമുണ്ട് അഭിലാഷേ. കാരണം ഇപ്പോൾ സർവകലാശാലകളുടെ ഭരണസമിതികളിലും അതുപോലെ തന്നെ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാഡമിക് കൗൺസിൽ തുടങ്ങിയതായിട്ടുള്ള സമിതികളും ഒക്കെ ബൗദ്ധികമായിട്ടും സാംസ്കാരികമായിട്ടും ഔന്നത്യമുള്ള ആളുകളല്ല ഉൾപ്പെട്ടു നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം കാണേണ്ടതായിട്ടുണ്ട്. അവിടെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുണ്ട്. അതിനകത്ത് വരുന്ന അധ്യാപകർ, ഞാനും ഒരു അധ്യാപകനായിരുന്നു 4 ദശാബ്ദക്കാലം. അധ്യാപക സംഘടനാ പ്രതിനിധികൾ അവർക്ക് ലഭിക്കുന്ന വോട്ടിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇതുപോലെ അത്യന്തം ഗൗരവമായിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിലും അക്കാഡമിക് കൗൺസിലും വരുന്നത്. അവർക്കെല്ലാം ഒരു വളരെ ഗൂഢമായിട്ടുള്ള അജണ്ടകളുണ്ട്. അവർക്ക് ചില പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഭരണരംഗത്തിരിക്കുന്ന ആളുകളെ വാഴ്ത്തുപാട്ട് പാടി സുഖിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരാം. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള പാഠങ്ങൾ ബോധപൂർവം തെരഞ്ഞെടുത്ത് അത് യഥാർത്ഥത്തിലുള്ള സ്വാധീനം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് അല്പനിമിഷം പോലും ചിന്തിക്കാതെ ബോധപൂർവം മറ്റുള്ള ചില ആളുകളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പറയുന്നതായിട്ടുള്ള രീതിയിൽ നിലവാരമില്ലാത്ത, അതായത് പഠന നിലവാരമില്ലാത്തതായിട്ടുള്ള പാഠങ്ങൾ പാഠപുസ്തകങ്ങളിൽ കയറി പറ്റുന്നത് എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു ധാർമ്മിക ബോധം വളർത്തുന്ന അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ഔന്നത്യം ഉണ്ടാക്കുന്ന ചിന്താപരമായ ഒരു പുതിയ ധാരയിലേക്ക് വിദ്യാർത്ഥികളെ നയിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള പാഠങ്ങളും പാഠ്യക്രമങ്ങളും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2 ദശാബ്ദം മുൻപ് വരെ ഇവിടെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം ദിശ മാറിപ്പോയിരിക്കുന്നു. കാരണം അതിൽ ഉൾപ്പെട്ടു വരുന്ന ആളുകൾ, നിർണായകമായ ഈ സമിതികളിൽ ഉൾപ്പെട്ടു വരുന്ന ആളുകൾക്ക് വളരെയേറെ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കണ്ടതാണല്ലോ, പല പാഠ്യക്രമങ്ങളിലും ചരിത്രം പോലും തിരുത്തി എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വസ്തുതകൾ പോലും തിരുത്തി എഴുതുന്നു. ഭരണകൂടത്തിന് താല്പര്യമുള്ള രീതിയിൽ ചരിത്രത്തെ പോയും വളച്ചൊടിക്കാൻ മടിയില്ലാത്ത രീതിയിൽ പാഠ്യക്രമത്തെയും അത് ബാധിച്ചിരിക്കുമെന്ന ആ ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കവിത ഇപ്പോൾ പാഠ്യക്രമത്തിൽ ഉൾപ്പെടുത്തി. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഈ പാനലിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് താങ്കളിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്, ഇതിപ്പോൾ അക്കാഡമിക് തലത്തിൽ വിലയിരുത്തപ്പെട്ടാൽ പോലും ഇങ്ങനെയൊന്ന് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന സംശയമാണ് പാനലിൽ ഉള്ളവർ. നേരത്തെ സംസാരിച്ച ആ രാഷ്ട്രീയമോ വിഷയമോ ഒക്കെ പശ്ചാത്തലവും ഒക്കെ മാറ്റിവെച്ചാൽ പോലും. അല്ല, അങ്ങനെ ഈ പാനലുള്ളവരിൽ മുഴുവൻ അങ്ങനെ അഭിപ്രായം ഉണ്ടെന്ന് എങ്ങനെയാണ് അഭിലാഷ് കണ്ടുപിടിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഘവൻ മറുപടി പറയട്ടെ. ഞാൻ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിരിക്കുക. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയിപ്പിക്കലെന്ന് അറിയാമെങ്കിൽ ഒന്നിനോട് കാര്യങ്ങളോട് പറയാം. നിങ്ങൾ
ഏത് മാനദണ്ഡത്തിലാണ് അത് പാഠ്യാവസ്ഥ, അത് എനിക്ക് തോന്നുന്നത് അത് 4th സെമസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാ അവിടുത്തെ ആ പാഠപുസ്തകത്തിന്റെ സെലക്ഷൻ കമ്മിറ്റി മുതിർന്ന അധ്യാപകരുടെ ഒരു വലിയ സംഘമാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പഠനകാലത്ത് അവരത് തെരഞ്ഞെടുത്തെങ്കിൽ ഇവർക്ക് ഞാൻ സൂചിക്കുന്നില്ലെങ്കിൽ ഇവരിപ്പോ ഒരു കാര്യം ചെയ്യേണ്ട, ഇവർ നിയമപരമായ നടപടി സ്വീകരിക്കട്ടെ. ഇവിടെ ഒരു ദളിതന്റെ പറ്റിന് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ വേണ്ടി ശബ്ദിച്ച കവിതകൾ ആ വ്യക്തിയുടെ ഓടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക നിയമപരമായിട്ട്. ഇന്ത്യയിൽ നീതിന്യായ പീഠമുണ്ടല്ലോ, ആ നീതിന്യായ പീഠം വിധിയെടുത്തിട്ട്. അതല്ലേ ഞാൻ പറഞ്ഞേ, അംബേദ്കറെ എന്തിനധികം മഹാത്മാഗാന്ധിയെ പോലെ അവഗണിച്ചിട്ടില്ലേ, ഇവിടെ ഗാന്ധിജിയെ പോലെ അവഗണിച്ചിട്ടില്ലേ? ഗോഡ്സെ എന്ന് പറയുന്നത് ആരാ? ഗോഡ്സെ എന്ന് പറയുന്ന ആളുടെ പേരിലുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഗുജറാത്തിൽ പാഠ്യപുസ്തകമായിട്ടില്ലേ? ആ മനുഷ്യന് വേണ്ടിയിട്ട് അമ്പലം പണിതില്ലേ ഇവിടെ? ഇല്ലേ? ആ നാട്ടിൽ കേരളത്തിൽ പോലെ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു കാവ്യവൽക്കരണത്തിന്റെ കാര്യങ്ങള്. അങ്ങനെ ഒരു നാട്ടിൽ ഈ പറയുന്ന ബേഡനെ പോലെ ജനങ്ങളെ ആകർഷിക്കുന്ന കുപ്രസിദ്ധിയുടെ പേരിലൊന്നും അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പല കാര്യങ്ങളും മറുപടി പറയാം. അത് കാരണം ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരക്കാർക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെയുള്ള വിരൽ ചൂണ്ടലുകൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ജോർജ് ലോയിഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു പാവപ്പെട്ട ഒരു സെക്യൂരിറ്റിക്കാരനെ അവിടുത്തെ പോലീസ് കഴുത്തിന് ചവിട്ടി കാലുകൊണ്ട് ചവിട്ടി കൊന്നത് എന്തിന്റെ പേരില? അയാൾ ആഫ്രിക്കൻ വംശജന്റെ പേരില. അമേരിക്കയിൽ അരങ്ങേറിയിരിക്കുന്ന പ്രകടനങ്ങൾ ഇന്നുവരെ അതുപോലത്തെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? അമേരിക്കയിലെ മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ രംഗത്തിറങ്ങി. അതുകൊണ്ട് ഇങ്ങനെ ഇത്തരക്കാരില്ലാതെ വരുന്നുണ്ടോ? ഇത്തരക്കാർ ഇവിടെയുണ്ട്. ഇത്തരക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ പ്രാതിനിധ്യമാണ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേടനെതിരെയുള്ള പ്രതികരണങ്ങളിലൂടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് വേടന്റെ ശക്തി വളരെ വാനോളം ഉയർത്തുള്ളൂ. വേടനെ ചേർത്ത് പിടിക്കും, സർക്കാർ ചേർത്ത് പിടിക്കും. പിന്നെ വേടനൊരു രാഷ്ട്രീയമുണ്ട്. അത് ഇന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. വേടനൊരു രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഹേ റാം എന്ന് വിളിക്കുന്നത് കൊലയ്ക്ക് മുമ്പുള്ള ഒരു വിളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ചെന്ന് കൊള്ളുന്നവരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കൊള്ളും. അത് സത്യ. അതാണ് ഞാൻ പറഞ്ഞത്. ഗൗരി ലങ്കേഷിന്റെ കഥ പറഞ്ഞത്, സബോൾക്കറിന്റെ കാര്യം പറഞ്ഞത്, ആ ഗോവിന്ദ് മൻസാരയുടെ കാര്യം പറഞ്ഞത്, നമ്മുടെ തമിഴ്നാട്ടിലെ പ്രശസ്തനായ എഴുത്തുകാരന്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ അത് കേരളത്തിൽ ഇറങ്ങാനാത്തതുകൊണ്ടാണ് പ്രശ്നം. കേരളത്തിലെ നടക്കില്ല. അത് അങ്ങനെയുള്ള വശത്ത് നിൽക്കുന്നവരെ ചിന്തിപ്പിക്കാനും അവർക്ക് നല്ല രീതിയിലുള്ള ബോധം ഉണ്ടാകാനായിട്ടും നമുക്ക് ആഗ്രഹിക്കുന്നതിലാണ് എന്ത് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വേട്ടയാടിയാലും വേടന്റെ ഓരോ കവിതകളും ഞാൻ അതിന് പലതും കേട്ടിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ അവസരം കിട്ടാനും കേട്ടതിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ചെന്ന് കൊള്ളുന്ന ചിലരുടെ കാതുകളിലാ. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അവരെ സ്നേഹിക്കുന്ന ഈ അത്തരക്കാരെ പോലെ സ്നേഹിക്കുന്ന ആണ് ഈ ചെറുപ്പക്കാരുടെ ബി.ജെ.പി. സംസ്ഥാന ഘടകം പാലക്കാട് പരാതി കൊടുത്തപ്പോൾ ശാസിച്ചത്. തീർച്ചയായും ഞാൻ ഈ പാനലിൽ അങ്ങനെ ബി.ജെ.പിയുടെ ഒരു പ്രതിനിധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ താങ്കളുടെ സംശയങ്ങൾ ചോദിക്കാമായിരുന്നു. ആ നിലയിലല്ല ചർച്ചയിലേക്ക് അതിഥികളെ വിളിച്ചത്. ശ്രീ രാഹുൽ ഈശ്വർ, വളരെ പെട്ടെന്ന്. മാന്യമായ നിലപാടാ. കേസ് കൊടുത്തപ്പോൾ ശാസിച്ചുവെങ്കിൽ അവര് മനസ്സിലായി ആ മാന്യതെന്നറിയോ? കേരളത്തിലെ അവരുടെ പോലും പാർട്ടിക്കാരുടെ മനസ്സിൽ വേടനുണ്ടെന്നുള്ളതാണ്. ശരി 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 ശ്രീ രാഹുൽ, പെട്ടെന്നൊരു കാര്യം, ഞാനും ശ്രീ റെജി ലൂക്കോസ് സാറും 99% കാര്യങ്ങളും വിയോജിക്കുന്നവരാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഞങ്ങൾ ഒരുപക്ഷെ ഒന്നായിരിക്കും. കാര്യം വേടൻ അടക്കമുള്ളവരെ കൂടുതൽ കേൾക്കണം. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ ജോർജ് ഫ്ലോയിഡിന്റെ പ്രൊട്ടസ്റ്റ് വേടന്റെ ഈ വരികളിലുണ്ട്. അതായത് ന്യൂയോർക്കിൽ മണ്ണിൻ മകനിൽ മൂച്ച് നിലച്ചതിൽ പോര് നടന്നു. അത് ഈ ജോർജ് ഫ്ലോയിഡിന്റെ പ്രൊട്ടസ്റ്റിനെ കുറിച്ചാണ്. പിന്നെ ഒരു വരി കൂടി, എനിക്ക് ഇപ്പൊ ഞാൻ ശ്രീരാമ ഭക്തനാണ്. എനിക്ക് വേടൻ ശ്രീരാമനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പം ആ രീതിയിൽ ഇന്ന് ചില ഇന്റർവ്യൂവിൽ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാര്യം ഗാന്ധിജി നമ്മുടെ നാട് രാമരാജ്യം ആകണമെന്ന് പറഞ്ഞതാ. പക്ഷെ വേടന്റെ ഉള്ളതിലെ ഏറ്റവും മികച്ച ലിറിക്സ് ആണ് ഇതിലുള്ളത്. സിറിയയെക്കുറിച്ച്, കൊറിയയെക്കുറിച്ച്, ലങ്കയെക്കുറിച്ച്, കോങ്കോയെക്കുറിച്ച്. ഇതിൽ ഇപ്പൊ ലെഫ്റ്റ് ആണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ലെഫ്റ്റിനെ അല്ലെങ്കിൽ ചൈനയിലെ ലെഫ്റ്റിനെ വിമർശിച്ച് പറയുന്നുണ്ട്, ചീന നിൻ ചെങ്കൊടി താഴെ ഖുറാൻ എരിഞ്ഞതിൻ മണം പരന്നു. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഇടതാണെങ്കിലും വലതാണെങ്കിലും മധ്യമാണെങ്കിലും വേടനെ പോലുള്ള യുവാക്കള് ഉയർന്നു വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ എതിർപ്പ് നമുക്കുണ്ടാകാം, ആശയപരമായ രാഷ്ട്രീയമായ എതിർപ്പുണ്ടാകാം. വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ എതിർവശത്ത് നിൽക്കുന്നതാണ്. പക്ഷേ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറയുകയല്ല, പകരം അവരുടെ കാഴ്ചപ്പാടിലൂടെ, ഒരു സബാൾട്ടേൺ എന്നൊക്കെ വിളിക്കുന്ന കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കിക്കാണുകയും നമുക്ക് പോസിറ്റീവായതിനെ കാണണമെന്നുള്ളതാണ്. വേടന്റെ ഇത് വായിച്ചിട്ടുള്ളവർക്കറിയാം, വളരെ രസകരമാണ്. ശരി, അങ്ങനെയെങ്കിൽ ശ്രീ മിഥുൻ വിജയകുമാർ, താങ്കൾ പറഞ്ഞതുപോലെ ഉപരിപ്ലവമായി ആ വരികളെ കാണാൻ പറ്റില്ല എന്ന നിരീക്ഷണവുമുണ്ടോ? നോക്കൂ അഭിലാഷ്, ഇവിടെ വേടനെ പോലുള്ള യുവാക്കളെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് ആരും പറയുന്നില്ല. പക്ഷെ ആ സപ്പോർട്ട് നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ അവരുടെ പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം എന്നതിന്റെ എന്താണ് അതിന്റെ ഒരു ലോജിക്കൽ റീസണിങ് എന്താണ്?
കാരണം ഇത് നാളെ വരുന്ന ഭാവി തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഞാൻ അവിടെ തന്നെ ഞാൻ നേരത്തെ പ്രൊഫസർ സംസാരിച്ചല്ലോ, അദ്ദേഹം പറഞ്ഞത് ഈ പാഠ്യപുസ്തകങ്ങളിൽ ഒരു കലാസൃഷ്ടി ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ ആ പാട്ടുകാരന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ ആ പാട്ടിന്റെ ലിറ്റററി മെറിറ്റ്സ് എന്താണ്? അത് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ ചോദിച്ചതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ നമുക്ക് വേറെ പല കാര്യങ്ങളിലേക്കും പോകേണ്ടി വരും. ഇവിടെ ഇതിനെ താരതമ്യം ചെയ്യുന്നത്, ഇതിനെ കമ്പയർ ചെയ്യുന്നത് മൈക്കൽ ജാക്സന്റെ ദി ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടുമായിട്ടാണ്. അത് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ ലിറ്റററി മെറിറ്റ്സ് അല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ ചർച്ചയിൽ പോലും നമ്മൾ കൊണ്ടുവരുന്നില്ല. ഇവിടെ വേടന്റെ എന്താ പറയാ, വേടനെ സവർണർ വേട്ടയാടി എന്ന് ശ്രീ രജി പറയുന്നു. നോക്കൂ, ഇവിടെ അദ്ദേഹത്തിന്റെ അമ്മയുടെ പൗരത്വം തേടിപ്പോയത് ആരാണ്? സവർണരാണോ? RSS ആണോ? പിണറായി വിജയന്റെ ഒഫീഷ്യൽസ് ആണ്. പിന്നെ ഇവിടെ മജിസ്ട്രേറ്റ് കോടതി പോലും അവിടെ ശാസിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഈ പുലിപ്പല്ലിന്റെ ഒരു കാര്യം വന്നപ്പോൾ അതെന്താ സവർണർ തേടിപ്പോയതാണോ? അപ്പൊ ഇങ്ങനെ ഈ വേടനെ വേട്ടയാടുകയും എന്നിട്ട് പിന്നീട് അതിലൊരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോറിംഗിന്റെ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിന്റെ മൊത്തം ഈ ഇഷ്യൂനെ മൊത്തം പൊളിറ്റിസൈസ് ചെയ്യുകയും പിന്നെ വേടൻ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ മൊത്തം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ റജിതനെ സംബന്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ ബുദ്ധമതം എന്ന് പറഞ്ഞത് സമാധാനത്തിന്റെ മതമാണെന്ന്. അപ്പൊ ബുദ്ധൻ ആയുധമേന്തി ചോര മോന്തി എന്നാണ് വേടൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള റിലിക്സിന് ഒരു റിലീജിയസ് ആംഗിൾ ഉണ്ടോ എന്നും അതൊക്കെ എത്രത്തോളം പാഠപുസ്തകം അനലൈസ് ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ എന്റെ പേര് രാഹുൽ എന്നാണ്, ബുദ്ധ ഭഗവാന്റെ മകന്റെ പേരായിട്ടാണ് എന്റെ പേരിട്ടിരിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മ്യാൻമാറിൽ അത് സംഭവിച്ചു. മ്യാൻമാറിൽ സംഭവിച്ചത് കൊണ്ട് രാഹുലെ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തുന്ന ആളാണോ? അങ്ങനെയാണോ നമ്മൾ വരുന്ന തലമുറയ്ക്ക് ബുദ്ധന്റെ ഒരു പേഴ്സണലൈസേഷൻ അങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അപ്പം അവിടെയുള്ള ലിറ്റററി മെറിറ്റ്സ് ആണ് ഞാൻ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ജാതി മതം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത് ആരാണ്? പിന്നെ ദളിത് മുസ്ലിം ഐക്യത്തെ എന്താ പറയാ, അതിന്റെ ഒരു എപ്പിറ്റോമിയാണ് വേടൻ എന്നൊക്കെയാണ് രാഹുലിവിടെ പറഞ്ഞത്. ഇവിടെ ദളിത് സമുദായത്തിൽ നിന്ന് പാട്ട് എഴുതുന്ന വേറെ ആളുകളൊന്നും ഇല്ലേ? ഇവിടെ ദളിത് സമുദായത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ലിറിക്സ് എഴുതാൻ അറിയുന്ന ആളുകളില്ലേ? രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് ഒന്നുമില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എന്താണ് വേടനുള്ളത്? അവർക്കൊന്നുമില്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി എന്താണ് വേടനുള്ളത്? വേടനെ ഇപ്പൊ പൊളിറ്റിസൈസ് ചെയ്യാൻ നോക്കുന്ന ആരാണ്? അപ്പൊ അതാണ് ഒരു പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. പിന്നെ രാഹുലിനോട് പറഞ്ഞൊരു കാര്യം ഇന്റഗ്രേഷൻ ആണ്. വേടനെ നമ്മൾ വേടൻ നമ്മുടെ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളാണ്. നമ്മളൊക്കെ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത് ഈ സമൂഹത്തിലെ ആളല്ല. അദ്ദേഹത്തെ ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും തേർഡ് പാർട്ടി ഒന്നും ആയിട്ടില്ല കാണുന്നത്. അതിന്റെ ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ ഈ ചർച്ചയിൽ പോലും താരതമ്യം ചെയ്യുന്നത് KG യേശുദാസുമായിട്ടാണ്. അപ്പം വേടനെ അങ്ങനെ ഒരു താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ വേടൻ സമൂഹത്തിന്റെ ഭാഗമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കൃതികൾക്ക് ലിറ്റററി മെറിറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. തീർച്ചയായും ചർച്ച അവസാനിപ്പിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വേടൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെടാൻ നിരവധിയായ ആളുകളുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. വേടനും തീർച്ചയായും അത്തരം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയുമാണ്. പക്ഷേ വേടന് പ്രത്യേകമായ ഒരു പരിഗണന നമ്മുടെ ഭരണകൂടമടക്കം നടത്തുമ്പോൾ അതിൽ ചില രാഷ്ട്രീയമുണ്ടോ എന്ന് പൊതുവിൽ എല്ലാവരും സംശയിക്കപ്പെടുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് എന്നുകൂടിയാണ് സംശയിക്കപ്പെട്ടത്. ആ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതിനോട് യോജിക്കുന്നുണ്ടോ എന്നായിരുന്നു ഞങ്ങൾ ഓൺലൈൻ വഴി അഭിപ്രായം തെരഞ്ഞത്. 67% പ്രേക്ഷകർ ഇല്ല എന്ന് അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 29% പ്രേക്ഷകർ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയതിനോട് യോജിക്കുകയുമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.